നമസ്കാരം. നമ്മുടെ ലൈവ് സെഷൻ ആരംഭിക്കുകയാണ്. അല്പം വൈകിപ്പോയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജെഷേക്കപ്പ് RCSC നമ്മുടെ ഇമിഗ്രേഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സുകൾ, ഈ കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ലൈവ് സെഷനിലോട്ട് സ്വാഗതം. ജേഷ നമുക്ക് ആഡ് ചെയ്യാം. നമസ്കാരം. മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. രാവിലെ നല്ല മഴയൊക്കെയാണല്ലേ ഇന്ന്? ഇന്നലെ ഒരു മഞ്ഞ് കൂടുതലും ഇന്ന് ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെയാണല്ലോ. അതെ അതെ, അപ്പം നല്ല തണുപ്പായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെല്ലാം നല്ല തണുപ്പായിരുന്നു. ഇങ്ങനെ സ്പ്രിങ്ങിലോട്ട് നേരത്തെ കിടക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതെ, ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ഈ കഴിഞ്ഞ ദിവസം കുറെ ഉണ്ടായിരുന്നു. കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഡ്രോ ഉണ്ടായിരുന്നു. ഒരു 6,000 ആൾക്കാരുടെ ഇൻവിറ്റേഷൻ കിട്ടിയ ഒരു ഡ്രോ ഉണ്ടായിരുന്നു. അതിൽ 508 CEC താന്നിട്ടുണ്ട്. CEC സ്കോർ 508 താന്നിട്ടുണ്ട്. അത് ഒരു അത്യാവശ്യം അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ജാനുവരിയിൽ 2 ഡ്രോ ഉണ്ടായിരുന്നു, 8,000 6,000. അത് കഴിഞ്ഞിട്ട് ഒരു 6,000 ഇപ്പൊ വിളിച്ചു. അപ്പൊ എന്നിട്ടും 509 508 വന്നിട്ടേ ഉള്ളൂ. അതും ടൈ ബ്രേക്കർ വരുമ്പോഴത്തേനും. അപ്പം ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളതാണ്, ഒരു മാസത്തിനകത്ത് ഇത്രയും ആൾക്കാർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ സ്കോർ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വിചാരിക്കുന്ന 500 താഴെ വരും, മിറക്കിളസ്റ്റി വരുമെന്നൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ പോയിന്റും വാല്യൂബിൾ ആണ്. അതുകൊണ്ട് IELTS സെൽഫ് ഒക്കെ എഴുതിയിട്ട് ഇപ്പൊ 999 ഉള്ള ആൾക്കാർക്കാണെങ്കിലും സെൽഫിപ്പിന് റീട്രൈ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ അവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു 10 കിട്ടുവാണെങ്കിൽ അവർക്ക് അഡീഷണൽ പോയിന്റ്സ് അതിനകത്ത് കിട്ടും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ വരുന്നത്. അപ്പം ഓരോ പോയിന്റും നമുക്ക് എങ്ങനെയായാലും ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് വർക്ക്ഔട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ നമുക്ക് കാറ്റഗറി ബേസ്ഡ് ഓയിൽ കുറച്ച് കാറ്റഗറീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഫിസിഷ്യൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്, കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള. പിന്നെ സീനിയർ മാനേജേഴ്സ് വിത്ത് കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ്, പിന്നെ റിസർച്ചേഴ്സ് വിത്ത് കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ്. ഈ കാറ്റഗറി എല്ലാം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 7 കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഓക്യുപ്പേഷൻസ് ആഡ് ചെയ്തു. പക്ഷെ ഇതൊന്നും അത്രയും നമ്മളുടെ കൂടുതലും ഇവിടെ കാണുന്ന കാൻഡിഡേറ്റ്സിനൊന്നും ഇത് അത്ര റിലവൻസ് ഉണ്ടാകുന്ന കാര്യമല്ല. ഒന്ന്, അവരെല്ലാം വരുന്നത് പബ്ലിക് കോളേജിൽ പഠിക്കാനായിട്ടും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ റിസർച്ചേഴ്സ് വിത്ത് കാനഡിയൻ എക്സ്പീരിയൻസ് ആ ഒരു കാറ്റഗറിയിൽ എത്ര പേര് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ് ആണ്, അതും ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണ്. ഇപ്പം അവരുടെ ഡ്രോയുടെ കഴിഞ്ഞ പോയിന്റ്സ് ഇപ്പം 169 വിളിച്ച് ഏറ്റവും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഡ്രോ എന്ന് പറയുന്നത്, അത് ഇവിടെയുള്ള ഫിസിഷ്യൻസിനാണ് ഉദ്ദേശിക്കുന്നത്? ഫിസിഷ്യൻസ് വിത്ത് കനേഡിയൻ എക്സ്പീരിയൻസ് ആണ് കാറ്റഗറി. അതൊരു കൺഫ്യൂഷൻ അല്ലേ ആൾക്കാർക്ക് ഉണ്ടാവില്ല? ഇനി പുറത്തുനിന്നുള്ള ആളുകൾക്കൊക്കെ ക്ലിയർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫിസിഷ്യൻസ് വിത്ത് കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് ഡോക്ടർമാർക്കാണ്, അവർക്ക് PR ഇല്ലാത്തവർക്ക് ഒരു ഓപ്ഷൻ ആണത്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉള്ളവർക്ക് അങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ സീനിയർ മാനേജേഴ്സിനും ഈ പറഞ്ഞ കാറ്റഗറിയാണ്. അതും ചുമ്മാ ഒരു മാനേജർ റെസ്റ്റോറന്റ് വർക്ക് ചെയ്യുന്ന മാനേജർ ഇട്ടിട്ട് കിട്ടുമെന്ന് വിചാരിച്ച ആ ഒരു കാറ്റഗറി അല്ല. അത് സീനിയർ മാനേജർ വേറെ നോക്കോഡ് ഉണ്ട്, 00 സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കോഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്നവർക്കാണ് അത് കിട്ടുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആ ഒരു ഹൈറാർക്കിയാണ്. നേരത്തെ ഈ LMIA ആയിരുന്നപ്പോഴും ഒരു 200 പോയിന്റ്സ് ഉള്ള ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു സീനിയർ ഈ ഒരു മാനേജർ ലെവലിലുള്ള ആൾക്കാർക്ക്. മറ്റ് സാധാരണ ആൾക്കാർക്ക് 50 പോയിന്റ്സ് ആണ് LMIA എങ്കിൽ, ഒരു 00 നോക്കോഡ് വരുന്ന മാനേജർ ലെവലിന്, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാനേജർ ലെവലിന് അന്ന് 200 പോയിന്റ്സ് അഡീഷണൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഒരു കാര്യം, സാലറി ഉണ്ടായിരിക്കും, നല്ല സാലറി ഉള്ള മാനേജർ. സാലറി പാക്കേജ് ഇവിടെ സാലറി വലിയ ഒരു ഇവിടെ എക്സ്പ്രസ് വരുമ്പോൾ, അതായത് ഈ കനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആണെങ്കിലും FSW ആണെങ്കിലും അതിൽ സാലറി എന്ന് പറയുന്ന ഒരു മാനദണ്ഡം മിക്കവാറും കാറ്റഗറിക്കൊന്നും ഇല്ല. ഇതിന്റെ ഞാൻ വായിച്ചു നോക്കില്ല ശരിക്കും. കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ, ഞാൻ 2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ വായിച്ചു നോക്കില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. അതില് ഈ പറഞ്ഞ സീനിയർ മാനേജേഴ്സിനും സാലറി എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഇവിടെ ഈ ഇതിൽ വരുന്ന FSW CEC അങ്ങനെ ഉണ്ടാകാറില്ല. സാലറിയുടെ ലെവൻസ് വരുന്ന കൂടുതലും മറ്റേ ഈ പ്രൊവിൻഷ്യൽ ഡൊമൈൻ പ്രോഗ്രാംസിനൊക്കെയാണ്. അവിടെ മീഡിയം വേജ് ലെവൽ മീറ്റ് ചെയ്യണം, അങ്ങനെ പല കാറ്റഗറിക്കും ഉണ്ട് അങ്ങനെ. അപ്പൊ ഇതിനങ്ങനെ സാധാരണയായിട്ട് ഉണ്ടാകാറില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാനത് നോട്ട് ചെയ്തിട്ടേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഒരു അപ്ഡേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാറ്റഗറി ബേസ്ഡ് ഓയിൽ വരാനായിട്ട് 6 മാസം വർക്ക് ചെയ്താൽ മതിയായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരാൾ പേഴ്സണൽ സപ്പോർട്ട് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു, അയാളുടെ ഹെൽത്ത് കെയർ എയ്ഡിന്റെ നോക്കോഡിലുള്ള ജോലിയാണ് പുള്ളി ചെയ്യുന്നത്, പേഴ്സണൽ സപ്പോർട്ട് വർക്കർ. അപ്പം പുള്ളിക്ക് 6 മാസം കാനഡയിൽ 30 മണിക്കൂർ വെച്ച് 6 മാസം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആൾ ഓട്ടോമാറ്റിക്കലി ഹെൽത്ത് കെയർ ഡോയിലോട്ട് എലിജിബിൾ ആവുക. ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറിയിട്ട് 12 മന്ത്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പം ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ കേട്ടായിരുന്നു, എനിക്കത് സത്യം പറയാൻ മനസ്സിലായില്ല എന്തായിരുന്നു. അതായത് 6 മാസം മുമ്പ് 6 മാസം വരെ നമുക്ക് അപ്ലൈ ചെയ്യാറുള്ളത്. അല്ല, അപ്ലൈ ചെയ്യുന്നല്ല, 6 മാസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ 6 മാസം കൊണ്ട് 6 മാസം കൊണ്ട് അവർ ആ പർട്ടിക്കുലർ കാറ്റഗറിയിലോട്ട് വരുമായിരുന്നു, ഹെൽത്ത് കെയർ സ്പെസിഫിക് കാറ്റഗറിയിലോട്ട് വരുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഒരേ നോക്കോഡിൽ തന്നെ 12 മാസം വർക്ക് ചെയ്താൽ മാത്രമേ, അതായത് ഹെൽത്ത് കെയർ ആണെങ്കിൽ ഹെൽത്ത് കെയർ, ചൈൽഡ് കെയർ ആണെങ്കിൽ ചൈൽഡ് കെയർ, ഫോർ എക്സാമ്പിൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്ററോ അല്ലെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ അസിസ്റ്റന്റോ അല്ലെ ടീച്ചർ അസിസ്റ്റന്റോ ഇങ്ങനത്തെ ജോലികളൊക്കെ ആണെങ്കിലും നേരത്തെ 6 മാസം ഈ PSW പോലെ തന്നെ 6 മാസം അവർ വർക്ക് ചെയ്യുവാണെങ്കിൽ അവർ കാറ്റഗറി ബേസ്ഡ് റോയിലോട്ട് വരുമായിരുന്നു. ഇപ്പോൾ ആ 6 മാസം എന്നുള്ളത് മാറിയിട്ട് അത് 12 മാസമായി. അത് ഒരേ നോക്കോഡിൽ തന്നെ വേണമെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് ഫെബ്രുവരി 18 ഉണ്ടാവോ ഡിക്ലറേഷൻ? 2 ദിവസം മിനിങ്ങാന്നാണ് വന്നിരിക്കുന്നത്. ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഇത് എവിടെയാണ് നമുക്ക് ഇതിന്റെ ലിങ്ക് ലിങ്ക് IRCCയുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ഉണ്ട്. അപ്പൊ അതിൻ്റെ അത് ഈ കാറ്റഗറി ബേസ്ഡ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാറ്റഗറി ബേസ്ഡ് ഓയ്ക്കകത്ത് അവിടെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. റിക്വയർമെന്റ് 12 മന്ത്സ് എന്നുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 6 മന്ത്സ് ആയിരുന്നു, 12 മന്ത്സ് എന്നുള്ള അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ചേഞ്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കുക്കിനെ ട്രേഡ് ഡ്രോയിലോട്ട് ആഡ് ചെയ്തായിരുന്നു. അപ്പൊ ഒത്തിരി ആൾക്കാർ കുക്ക് എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം കുക്കിനെ ആ ട്രേഡ് കാറ്റഗറിയിൽ നിന്ന് റിമൂവ് ചെയ്തു. ട്രേഡ് കാറ്റഗറിയിൽ നിന്ന് മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ട്രേഡ് ഡ്രോയ്ക്കകത്തുനിന്ന് ട്രേഡ് ഒക്യുപ്പേഷൻസിനകത്തുനിന്ന് മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. അവർക്ക് ഈ എന്താ പറയുക, അവരുടെ ടിയർ മാറിയിട്ടൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവർക്ക് കാറ്റഗറി ബേസ്ഡ് ഓയിൽ വരുന്നില്ല. അപ്പൊ അതാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത്. അതായത് അവർക്ക് നേരത്തെ നമുക്ക് കയറി ഓരോന്ന് സെറ്റപ്പ് ചെയ്യാനൊന്നും നടക്കത്തില്ല, സമയം. ഇല്ലില്ല. അതായത് ഇപ്പം നേരത്തെ കുക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു 6 മാസം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആള് ട്രേഡ് ഡ്രോയിൽ എലിജിബിൾ ആയിരുന്നു. ഈ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി കാറ്റഗറി ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി STEM കാറ്റഗറി ഉണ്ട്, ട്രേഡ് ഒക്യുപ്പേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഒക്യുപ്പേഷൻ ഉണ്ട്. ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിസിഷ്യൻസ്, റിസർച്ചേഴ്സ്, സീനിയർ മാനേജേഴ്സ്, ഇങ്ങനെ കുറെ ഇങ്ങനത്തെ കാറ്റഗറീസ് ഉണ്ട്. ഈ കാറ്റഗറിയിലൊക്കെ നേരത്തെ റിക്വയർമെന്റ് 6 മാസം മാത്രം ഈ കാറ്റഗറിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിലോട്ട് എലിജിബിൾ ആവുമായിരുന്നു. ഇപ്പോൾ അത് 1 വർഷം ആക്കുകയും ചെയ്തു. ഈ ട്രേഡ് കാറ്റഗറിക്കകത്ത് കുക്കിനെ ഇടയ്ക്ക് ആഡ് ചെയ്തതായിരുന്നു. കഴിഞ്ഞ വർഷമാണ് കുക്കിനെ ആഡ് ചെയ്തത് ട്രേഡിലോട്ട്. അന്നപ്പോ തന്നെ ഒത്തിരി ആൾക്കാർ പറഞ്ഞാൽ കുക്കിനും ട്രേഡുമായിട്ട് യാതൊരു റിലവൻസും ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഒരു വോയിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പം ഈ മിനിങ്ങാന്ന് അത് അവര് എടുത്തു മാറ്റി. മിനിങ്ങാന്ന് അവർ അനൗൺസ് ചെയ്ത് കുക്ക് ട്രേഡ് കാറ്റഗറിയിൽ വരുന്നില്ല. അപ്പൊ അതായത് ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 505 പോയിന്റിന് കുക്കിനെ വിളിച്ചിട്ടുണ്ട്, ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു 505 പോയിന്റിന്. അപ്പം 525 ജനറൽ കാറ്റഗറി നിന്നപ്പോഴാണ് 505 പോയിന്റിൽ വന്നത്. അപ്പൊ കുക്കായിട്ട് ഒരാൾ ഒരു 6 മാസം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരികയും ആൾക്ക് അതുകൊണ്ട് PR കിട്ടാനുള്ള സിറ്റുവേഷനിലോട്ട് വരികയും ചെയ്യാം. ഇപ്പൊ അത് മാറി അവര് ജനറൽ ഡ്രോയിലോട്ട് തന്നെ വന്നു. കുക്കിനൊരു പ്രയോറിറ്റി അവിടെ പോയിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവില് ഒന്ന് റീക്യാപ്പ് ചെയ്യുവാണെങ്കിൽ PSW ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ECA ഏർലി ചൈൽഡ്ഹുഡ് അസിസ്റ്റന്റ് ഒക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിലും ഒരു 1 ഇയർ വർക്ക് ചെയ്താലേ ഉള്ളവര് കാറ്റഗറി ബേസ്ഡ് ഓയിൽ വരത്തുള്ളൂ. ഇതിലൊരു അഡ്വാൻറ്റേജ് വരുന്ന എനിക്ക് തോന്നുന്നു കുറച്ച് പൂളിലെ നമ്പർ കുറയില്ല ഇങ്ങനെ വരുമ്പോഴേ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹെൽത്ത് കെയർ നോക്കി കഴിഞ്ഞാൽ ഇന്നലെ ഹെൽത്ത് കെയർ കഴിഞ്ഞു, അതായത് ഈ അനൗൺസ്മെന്റിന് മുന്നേ ഉണ്ടായിരുന്ന ഹെൽത്ത് കെയർ ഉണ്ടായിരുന്ന നമ്പറും ഇപ്പോഴത്തെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് കെയറിലുള്ള പൂളിലുള്ള ആൾക്കാരുടെ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് 6 മാസം ആയവരെല്ലാം ആ പൂളിൽ ആ സിറ്റുവേഷനിലോട്ട് വന്നിരുന്നു. അവരെല്ലാം തിരിച്ച് 1 വർഷം എക്സ്പീരിയൻസിലോട്ട് റിക്വയർമെന്റ് വന്നപ്പോൾ അവരെല്ലാം അതിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം അതായത് ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ നമ്മളെ ഓഡിയൻസ് പലപ്പോഴും കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം ഇവരാരും എക്സ്പ്രസൻട്രി ഡ്രോയിൽ നിന്ന് വെളിപ്പോകുന്നല്ല പറഞ്ഞേ, ആ കാറ്റഗറിക്കകത്തല്ലായിരിക്കും. ആ കാറ്റഗറിയിൽ ആകണമെങ്കിൽ പിന്നെ അവർക്ക് കുറച്ചുനാൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ 6 മാസം ഒരാള് ഇപ്പൊ കാറ്റഗറി ഫെബ്രുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിലോട്ട് അങ്ങനെ വന്നെങ്കിൽ അയാൾക്ക് ഇനി ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി ആ കാറ്റഗറിയിൽ വരത്തുള്ളൂ. ബിക്കോസ് ആ ക്രൈറ്റീരിയ അവിടെ നിന്ന് മാറിപ്പോയി.
ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ലൈവ് ആക്കിയ, കാരണം നമ്മുടെ കുട്ടികളൊക്കെ അവിടെയാണല്ലോ കാണുന്നത്. ഞാനത് മറന്നുപോയിരുന്നു. ഇപ്പം ലൈവ് ആയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും സ്റ്റുഡൻസിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് കമന്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ആൻസർ ചെയ്യുന്നതാണ്. പിന്നെ പേരൻസിനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈപ്പ് ചെയ്യാം. അറിയാവുന്നതായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുന്നതായിരിക്കും ജയേഷ്. അല്ലെ 1-on-1 കൺസൾട്ടിങ് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ പിന്നീട് നമ്പർ തരുന്നതാണ്, അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ജയേഷ്, നമുക്ക് തുടരാം. ബിജു, ഇത്രയാണ് അപ്ഡേറ്റ്സ് ഉള്ളത്. ഇപ്പം ഈ പറഞ്ഞ ഒന്ന് കുക്കിനെ മാറ്റി 2-3 അഡീഷണൽ കാറ്റഗറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ആസ് യൂഷ്വൽ ഒരു ഡ്രോ ഉണ്ടായിരുന്നു. ഈ ആഴ്ചയും എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ ഡ്രോ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സൂണിന്. പിന്നെ അവർ ഇപ്രാവശ്യം ഫ്രഞ്ചിന് ഒരു പ്രയോറിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് വരുമെന്ന് അറിയത്തില്ല. ഇപ്പം പൊതുവെ 6,000 വെച്ച് വിളിക്കുന്നത് കൊണ്ട് ഒരു ബൾക്ക് നമ്പർ വിളിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നേരത്തെ ഒരു 1,000-ഉം 2,500 അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങൾക്ക് കൂടുതലും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ സൈസബിൾ ഡ്രോ വരുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആസ്പിരൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കൊണ്ട് ചെയ്യുന്നത് ഇപ്പം ലാംഗ്വേജ് ടെസ്റ്റിന് മുകളിൽ വർക്ക് ചെയ്യുക. അപ്പം ഞാൻ പൊതുവെ ആൾക്കാരൊക്കെ പറയാറുണ്ട്, അപ്പൊ നിങ്ങളൊരു 5 സെൽഫിപ്പിന് ടെസ്റ്റ് എടുക്കുവാണെങ്കിൽ 1,500 ഓർഡർ ആകുള്ളൂ. നാട്ടിലോട്ട് സിംഗിൾ വേ ടിക്കറ്റിന് 1,500 ഓർഡർ ആവും. അപ്പൊ 5 ടെസ്റ്റ് എടുത്ത് ബാക്ക് ടു ബാക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാസം മെനക്കെട്ട് കഴിഞ്ഞാൽ സാധാരണ ഗതിക്ക് ആൾക്കാർക്ക് 9-9 കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. സെൽഫിപ്പിന് കിട്ടാൻ ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ പറയും. വർക്ക് ചെയ്യണം. ഇല്ലാതെ ജസ്റ്റ് ടെസ്റ്റ് എടുത്തു 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് വന്നു കിടന്നുറങ്ങി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീറ്റ് പോയി സെൽഫി ഇടാൻ പോയി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുവിധ കാര്യമില്ല. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പഠിക്കാൻ പോയ കാര്യം ഓർത്താൽ മതിയായിരിക്കും. മെനക്കെട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫ്രഞ്ച്, ഇപ്പം എനിക്ക് ക്ലയൻസ് മറ്റേ മോൺട്രിയാലുള്ള ക്ലയൻസ് ഉണ്ട്. അപ്പം അവർക്ക് ചില കോളേജസിലൊക്കെ വന്ന ആൾക്കാർക്ക് അവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാതെ, അവർക്ക് ഫ്രഞ്ച് ടെസ്റ്റ് ക്ലിയർ ചെയ്യാതെ അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല കോളേജ്. അപ്പൊ അങ്ങനെ ചില കോഴ്സസിനുണ്ട് അങ്ങനെ. അപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ച് ഇവര് പറയുന്ന അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഈ പറഞ്ഞ 1 വർഷമൊക്കെ ചിലപ്പം ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ഈ അരമണിക്കൂർ ഓൺലൈൻ പഠിക്കുകയോ അല്ലെങ്കിൽ അത് നാട്ടിൽ നിന്നൊക്കെ കോച്ചിങ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഫ്രഞ്ചിനൊക്കെ നാട്ടിൽ നിന്നൊക്കെ കോച്ചിങ് എടുക്കുന്ന വളരെ രസമായിരിക്കത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവര് തന്നെ നാട്ടിൽ എനിക്കറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ജർമ്മൻ ആദ്യമേ ഒരു ബാച്ച് തുടങ്ങും. അവിടെ പഠിച്ച് അത്യാവശ്യം എന്താ പറയുക ചമ്മലില്ലാതെ വർത്തമാനം പറയാവുന്ന ആൾക്കാരൊക്കെ അടുത്ത ബാച്ച് വരുമ്പോൾ ട്യൂട്ടർ ആവും. ഇതൊക്കെയാണ് നാട്ടിലത്തെ ഒരു സിനാരിയോ. റിസോഴ്സസ് ഇല്ല, പഠിപ്പിക്കാനായിട്ട് ആൾക്കാരില്ല. അപ്പം ചെറിയ പൈസക്ക് കിട്ടുന്ന ആൾക്കാരെ കൊണ്ട് പഠിപ്പിക്കും. അവരുടെ കോൺഫിഡൻസിന്റെ പുറത്ത് അവരങ്ങ് പഠിപ്പിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് ഈ എക്സാം മീറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താണ് സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സെയിം സെനാരിയോ ഉണ്ട്. ഫ്രഞ്ച് ആണെങ്കിലും നാട്ടിൽ നിന്ന് എടുക്കുന്നതിനകത്ത് പ്രോപ്പർ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ ഇത് വെച്ചിട്ട് അല്ലാതാണെങ്കിൽ ഇവിടുന്ന് തന്നെ കോച്ചിങ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ സെയിം സിറ്റുവേഷൻ സെൽഫിപ്പിനും കാണാറുണ്ട്. സെൽഫിപ്പ് നാട്ടിൽ അത്ര പോപ്പുലർ ഒന്നും അല്ല ടെസ്റ്റ് എന്ന് വെച്ചാൽ അത് വലിയ ടഫാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നാട്ടിൽ നിന്ന് കോച്ചിങ് എടുത്താലുള്ള പ്രശ്നം പലപ്പോഴും പല ടീച്ചേഴ്സും എടുത്ത് കാണുന്നത് ഇതൊന്നും എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ഇതൊന്നും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ടെസ്റ്റ് അപ്പിയർ ചെയ്ത ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക റിയലിസ്റ്റിക് സെറ്റിങ്ങും പരിപാടിയെല്ലാം അവർക്ക് മനസ്സിലാവും. അപ്പം പിന്നെ ഇതൊരു ലാംഗ്വേജ് ടെസ്റ്റ്. നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ആ ടെസ്റ്റിനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും സെൽഫിപ്പിന്റെ കാര്യത്തിൽ. അപ്പം ഈ ലാംഗ്വേജ് ടെസ്റ്റ് ഒരു പോയിന്റ് ബാക്ക് ടു ബാക്ക് എഴുതി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ ക്ലയൻസിന്റെ അടുക്കൽ ഇത് ഈ പറഞ്ഞ സെയിം സിറ്റുവേഷൻ ആണ് പറയാനുള്ളത്. മലയാളികൾ പൊതുവെ അങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യാറുണ്ട്. എഴുതുന്നത് കുറവായിരിക്കും. അപ്പൊ എടുത്തു സമയമില്ല. അതായത് എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, പുള്ളി 1 വർഷം മുന്നേ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് 1 വർഷം ആറായിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പറഞ്ഞാണ് ലാംഗ്വേജ് ടെസ്റ്റ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട്, കാനഡയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ട്രേഡിൽ വരുന്ന കാറ്റഗറിയാണ് പുള്ളിയുടെ. പുള്ളിക്ക് 1 വർഷം മുന്നേ ഞാൻ പറഞ്ഞാണ് ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കാൻ. പുള്ളിക്ക് ഇതുവരെ സമയം കിട്ടിയില്ല. പുള്ളി ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നെന്ന് പറയുന്നത് പുള്ളിയുടെ വർക്ക് പെർമിറ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ കറക്റ്റ് നമ്മൾ അവസാന നിമിഷത്തിന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവരുണ്ട്. ഇപ്പം 6 വർഷം 7 വർഷമൊക്കെ ആയിട്ടുള്ളവർ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കും അവര് പോയിട്ട് ഇപ്പം നമ്മുടെയൊക്കെ അറിയാവുന്നവരൊക്കെ പോയിട്ടുള്ളവര് ഇവിടുന്ന് ജോലി നാട്ടിൽ സെറ്റ് ആക്കിയിട്ട് പോയിട്ടുള്ളവരുണ്ട്. നേരെ ചെന്ന പിറ്റേ ആഴ്ച തന്നെ അവര് ജോലിക്ക് ജോയിൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട്
നാട്ടിൽ പോയിരുന്നിട്ടാണല്ലോ ഒരു ലാംഗ്വേജ് പ്രിപ്പറേഷൻ പ്ലസ് ജോലി കയറി എന്നിട്ട് അപ്ലൈ ചെയ്യാനുള്ള കൃത്യമായ പ്ലാനിങ്ങളോടെ ആൾക്കാർ പോയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് തുടങ്ങിയാൽ നമുക്ക് ഒത്തിരി പേര് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്തോളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയാം. എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ കൊണ്ട് കിടക്കുവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യന്, സ്പൗസിനെ കൊണ്ടുപോവാൻ എന്തെല്ലാം ആവശ്യമാണ്? ഗവൺമെന്റ് പറഞ്ഞ TR കാറ്റഗറി ജോബ് ലഭിക്കണ്ടേ? അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ശൈലജ ആണ് ചോദിച്ചിരിക്കുന്നത്. Tier 01 കാറ്റഗറി ജോബ് വേണം. Tier 2, 3 ചില ജോബ്സ് ഉണ്ട്. ഈ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ സ്പൗസിനെ കൊണ്ടുപോകാനായിട്ട് ഉള്ള എലിജിബിലിറ്റി കിട്ടത്തുള്ളേ. വേറൊരു ഓപ്ഷനും ഇല്ല. അതായത് സ്പൗസിന് ആ ജോലി ഉണ്ടായിരിക്കണം. സ്റ്റുഡന്റിനെ ഇപ്പം ഈ പറഞ്ഞ സപ്പോസ് ഒരു കാൻഡിഡേറ്റ്, ഈ പുള്ളിക്കാരിയുടെ മകൻ ഇവിടെ ഉണ്ടെന്ന് കുട്ടിക്കോ അല്ലെ മകനോ മരുമകനോ ഇവിടെ ഉണ്ടെങ്കിൽ ആളിവിടെ വർക്ക് ചെയ്യുന്നത് Tier 01 അല്ലെങ്കിൽ 2, 3 ചില കാറ്റഗറി ജോബ്സിലോ ആണെങ്കിൽ പുള്ളിക്കാരന്റെ വൈഫിന് നാട്ടിൽ നിന്ന് കാനഡയിലോട്ട് വർക്ക് പെർമിറ്റിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇല്ല, ഈ പറഞ്ഞ രണ്ടാൾക്കാരും കൂടെ സ്റ്റുഡന്റ് ആയിട്ട്, ഒരാൾ സ്റ്റുഡന്റ് ഒരാൾ അക്കോമ്പനിങ് ഫാമിലി മെമ്പറുമായിട്ട് ഇവിടെ എത്തി, അന്ന് ആൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പുള്ളിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, ആ ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഈ സെയിം സിറ്റുവേഷൻ ഉണ്ട്. ആളുടെ സ്പൗസിന് ഈ പറഞ്ഞ Tier 01 ജോലി ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ 2, 3 ചില കാറ്റഗറി ജോബ്സ് ഉണ്ടായിരിക്കണം. അതെല്ലാം കുറെ ജോബ്സ് ഉണ്ട് കേട്ടോ. അപ്പം അതുണ്ടെങ്കിൽ മാത്രമേ എലിജിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടിയർ കാറ്റഗറി ജോബ്സ് നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് Tier 01 അല്ലെങ്കിൽ ചില 2, 3 ചില ജോബ്സ് അത് IRCC വെബ്സൈറ്റിലുണ്ട്. ആ ജോലി കിട്ടാനുള്ള പ്ലാനിലോട്ട് വെച്ച് മുന്നോട്ട് പോവുക. അപ്പൊ അത് മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉള്ളേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് 9 മാസമായിട്ടും വർക്ക് വിസ കിട്ടിയില്ല. ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് കോഴ്സ് ഡിപ്ലോമ സഡ്ബറിയിൽ കഴിഞ്ഞ എൻ്റെ മോൾക്ക് നമ്മുടെ എൻക്വയറി ചെയ്യാൻ സാധിക്കുമോ നമുക്ക് ചോദിക്കാം. ആൾക്ക് IRCC ഫോൺ വിളിച്ചിട്ട് ആപ്ലിക്കേഷൻ നമ്പറും UCI നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചോദിക്കാനായിട്ട് പറ്റും. 9 മാസമായിട്ട് ലേറ്റ് ആകുന്നെന്ന് പറഞ്ഞൊരു പ്രശ്നമൊന്നും അല്ല. ഞാൻ അപ്ലൈ ചെയ്തിട്ട് മെയിൽ തൊട്ടുള്ള ആൾക്കാരുടെയൊക്കെ പെൻഡിങ് കിടപ്പുണ്ട്. എന്നാൽ ജാനുവരിയിൽ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു ഫസ്റ്റ് ഔട്ടൊന്നും അല്ല. ആദ്യം ആരുടെ ആപ്ലിക്കേഷൻ എടുക്കുന്നോ അതങ്ങ് അവർ പ്രോസസ് ചെയ്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്കൊരു അല്ലാതൊരു അപ്ഡേറ്റ് അങ്ങനെ ഇന്ന ആൾക്കാരുടെ എടുക്കാതിരിക്കുന്നതുകൊണ്ട് അത് റെഫ്യൂസ് ആകുമെന്ന് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് വരുന്നത് ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. ബിക്കോസ് അത് അത്രയും കൂടെ ഡ്യൂറേഷൻ കിട്ടും. നമ്മളുടെ വർക്ക് പെർമിറ്റിൽ അത്രയും കൂടെ ഡ്യൂറേഷൻ കിട്ടും. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂ ബ്രോൺസ്വിക്കിൽ MBA പഠിച്ചാൽ PR ചാൻസസ് ഉണ്ടോ? നാട്ടിൽ 2 years എക്സ്പീരിയൻസ് ഉണ്ട്. ജിബിൻ മാത്യു നാട്ടിൽ നിന്നാണോ ചോദിക്കുന്നതെന്ന് തോന്നുന്നു. നാട്ടിൽ നിന്നാണോ ചോദിക്കുന്നത്? ജിബിൻ, ന്യൂ ബ്രോൺസ്വിക്കിൽ MBA പഠിച്ച ഓരോ പ്രൊവിൻസിലും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ന്യൂ ബ്രോൺസ്വിക്ക് പർട്ടിക്കുലർലി എനിക്കറിയില്ല എത്രത്തോളം ഉണ്ട്. ഞാൻ ഒണ്ടേരിയോ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം കോഴ്സ് എടുത്ത് പോകുന്ന സ്ഥലത്തുള്ള ജോലി കിട്ടുമെന്നുള്ള ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം വർക്ക്ഔട്ട് ചെയ്തെടുക്കണം. ജോലിയായിട്ട് ബേസ് ചെയ്തിരിക്കും നമ്മുടെ PR കിട്ടാനുള്ള സാധ്യതകൾ. അത് പഠിക്കുക എന്നുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല അവിടെ മാറ്റർ. അവിടെ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ജോലിയും ഇതെല്ലാം അവിടെ മാറ്റർ തന്നെയാണ്. ന്യൂ ബ്രോൺസ്വിക്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ടൗണിൽ പോയി MBA പഠിച്ചു അവിടെ ജോലി കിട്ടിയില്ല എന്നൊരു സിറ്റുവേഷനൊക്കെ വന്നാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പൊതുവെ ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസസിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ പൊതുവെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. പിന്നെ സ്കിൽഡിനും ട്രേഡിനും ഒക്കെ ഹെൽത്ത് കെയറിനും ഒക്കെയാണ് കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത്. ഈ മാസ്റ്റേഴ്സ് എടുക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ MBA പഠിക്കുന്നതുകൊണ്ട് അത്ര അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സ്ഥലത്തിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് പ്രയോറിറ്റി ഉണ്ട്. അവിടെ പഠിച്ചാൽ അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലാണ് ജോലി കിട്ടുന്ന, ഏത് കാറ്റഗറി ജോലികൾക്കാണ് അവിടെ PNB സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സ്റ്റഡി എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്, എവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്ത് തരും. നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ആലോചിച്ച് ഇപ്പം ഒരു ആരെങ്കിലും പറയുന്നത് കണ്ടിട്ട് ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ PR കിട്ടും പെട്ടെന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ 2 വർഷം മുന്നേ അവിടെ ആള് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഇന്ന്. അവിടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടാകുന്നപ്പോൾ ഈ സിറ്റുവേഷനിൽ അവിടെ പോയി ജോലി കിട്ടുക, അവിടെ
എല്ലാം പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ ജോലി കിട്ടാനും BR കിട്ടാനും സാധ്യതയുള്ള വേറെ ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ചേച്ചി. അടുത്തത് ഓക്കെ, എനിക്കൊന്ന് സതീഷ് വി മോനുവേണ്ടിയാണ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ആളാണ്. സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്ത സമയം അത് എക്സ്പീരിയൻസ് ആഡ് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ സതീഷ്, പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നാട്ടിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നാട്ടിലത്തെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് എല്ലാം ആളുടെ ഈ കാൻഡിഡേറ്റിന്റെ പേരിൽ ഇമെയിൽ ID വെച്ചിട്ട് GCK ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിന്നാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ടെക്നിക്കലി അത് കാൻഡിഡേറ്റ് തന്നെ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനാണ്. ആ വെച്ച സമയത്ത് എക്സ്പീരിയൻസ് വെച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. 1. 2, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ഇന്റന്റ് എന്നൊക്കെ പറഞ്ഞ ഡോക്യുമെന്റ് അതിന്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യും. അതിനകത്തും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അവിടെ പുതിയൊരു ഇൻഫർമേഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ IRCC അത് എടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് വർക്ക്ഔട്ട് ചെയ്ത് തരുമെന്നൊന്നും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതൊന്നും സജസ്റ്റബിൾ അല്ല. ഏജൻസി വെച്ചിട്ടില്ല എന്നുള്ളത് അത് ഒത്തിരി ആൾക്കാർ അങ്ങനെ പറ്റിയിട്ടുണ്ട്. എനിക്ക് ജെനുവിനായിട്ട് വർക്ക് ചെയ്തിട്ട് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുടെ നാട്ടിലെ ഏജൻസീസ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് IELTS എഴുതി വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് ഫ്രഷറായിട്ട് പോകുന്നതാണ്. അങ്ങനെ ഒരുവിധ ഇതുമില്ല. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടാനായിട്ട് അതുകൊണ്ട് അതൊരു എലിജിബിലിറ്റിക്ക് ഒരു മാറ്റർ അല്ല. അത് നാട്ടിൽ ഓരോ സമയത്ത് പറയുന്ന മിത്താണ്. അത് കിട്ടിയില്ല, അതില്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ അത് പുട്ടപ്പ് ചെയ്ത് തന്നെ വരിക. പിന്നെ ഇവിടെ എക്സ്പീരിയൻസ് മാറ്റർ ആണ്. ഇപ്പം പല ആൾക്കാരും ഈ പറഞ്ഞ കാനഡിയൻ എക്സ്പീരിയൻസിന്റെ 2ാമത്തെ വർഷം കാനഡിയൻ എക്സ്പീരിയൻസ് എടുക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് 1 വർഷം ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളത്. അതായത് പോയിന്റ് വൈസ് 1 വർഷം കാനഡിയൻ എക്സ്പീരിയൻസ് 1 വർഷം ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളതും 2 വർഷം കാനഡിയൻ എക്സ്പീരിയൻസ് ഉള്ളതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഒത്തിരി പോയിന്റ് കൂടുതലുണ്ട് അവിടെ. അപ്പം ഇവിടെ ഇപ്പം വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആപ്ലിക്കേഷൻ വെച്ച് ITA കിട്ടിക്കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പ്രൊസീജിയറൽ ഫെയർനെസ് ലെറ്റർ തരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് IMM 1294 എന്ന് പറഞ്ഞൊരു ഫോമാണ് നാട്ടിൽ നിന്ന് സ്റ്റഡി പെർമിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഏജന്റ് ഫില്ല് ചെയ്താലും നിങ്ങൾ തന്നെ ഫില്ല് ചെയ്താലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് സ്വന്തം പോർട്ടലിൽ നിന്നാണ്. സോ നമുക്ക് അതിന്റെ ഒരു ഓണർഷിപ്പ് എടുക്കാതെ പറ്റില്ലല്ലോ. ആ ഒരു പ്രശ്നമാണ്. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക എന്നല്ലാതെ അതിന്റെ ഒരു ഡിസിഷൻ ഒന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അജയ് ചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നഴ്സിംഗ് ആണ് കേട്ടോ ഇവിടെ ഏറ്റവും പഠിക്കാൻ പറ്റിയൊരു പരിപാടി. നഴ്സിംഗ് ആണ് കാനഡയിലെ സിറ്റുവേഷൻ വെച്ചിട്ട്. അതും 12th ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ വരുവാണെങ്കിൽ വളരെ നല്ലതാണ്. മാർക്ക് ഉണ്ടായിരിക്കണം. 75% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. നാട്ടിൽ ഇപ്പൊ +2 കഴിഞ്ഞ പിള്ളേർക്ക് 75 ഒന്നും ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് അതൊരു ആവശ്യത്തിന് വാരിക്കോരി കൊടുക്കും. ഇപ്പൊ ടൊറന്റോയിലും തുടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. അതിപ്പം അതുകൊണ്ട് അവരും പറയാൻ തുടങ്ങി 80%, 90% എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 70 ഉള്ളൂ. അത് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. മാത്സ് വേണം. മാത്സ് വേണം. ചില കോളേജിൽ മാത്തമാറ്റിക്സ് വേണ്ടാത്തതുണ്ട്. പക്ഷെ മോസ്റ്റ്ലി മിക്കവാറും മാത്സ് റിക്വയർമെന്റ് ഉണ്ട് കേട്ടോ കോളേജിൽ. ചില കോളേജ് ഉണ്ട് മാത്സ് വേണ്ടാത്ത കോളേജ് ഉണ്ട്. അങ്ങനത്തെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അജയ്ക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ടീം കോൺടാക്ട് ചെയ്താൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് തരും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതിനൊന്നും അഡീഷണൽ ചാർജസ് ഒന്നും ചെയ്യുന്നില്ല. മറ്റേ സ്റ്റഡി പെർമിറ്റ് ചെയ്യുന്നതിനും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ എത്തുന്നവരെയുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കോൺടാക്ട് ചെയ്യാം. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ജോലി കണ്ടുപിടിച്ചു കൊടുക്കുക അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ മിക്കവാറും ഈ നമ്മുടെ നമ്പറിൽ എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ആൾക്കാർ, ജോലി വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചിലപ്പം ഒരു പ്രാവശ്യം റിപ്ലൈ ചെയ്ത് പിന്നെയും അത് റിപ്പീറ്റ് 2ാമത് മെസ്സേജ് വരുന്ന കാണാം. അപ്പം തിരിച്ച് മെസ്സേജ് അയക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ റെസ്പെക്ട് ചെയ്യാവുന്നതൊന്നുമല്ല. നിങ്ങൾ പറയുന്ന മെസ്സേജ് നിങ്ങൾ സമയമെടുത്ത് മെസ്സേജ് ചെയ്യുന്നു, അതിന് റെസ്പോൺസ് 2ാമത് ഈ സെയിം റെസ്പോൺസ് തന്നെ തരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ജോലി അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഇവിടെ നാട്ടിലത്തെ പോലത്തെ ഒരു സെനാരിയോ അല്ല ഇവിടെ. കുട്ടികൾ അവരുടേതായ രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്നല്ലാതെ
ജോലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ അത് ഇവരെല്ലാം ഉദ്ദേശിക്കുന്ന PGWP നിൽക്കുന്നു, പ്രോപ്പർ ജോലി വേണം PR വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കങ്ങനെ PR വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ജോലി ഒരാൾ ചെന്ന് പറഞ്ഞാൽ അവിടെ, അല്ല ഒരാൾ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. അപ്പൊ അവിടെ ഒന്ന് റെഫറൻസസ് വർക്കബിൾ ആണ്, പക്ഷെ അത് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റെഫറൻസുകൾ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ റെഫറൻസുകൾ. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ വർക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എനിക്ക് പേഴ്സണലി ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആ സെയിം കോളേജിലോട്ട് വർക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നു, എന്റെ റെഫറൻസ് വെച്ചിട്ടാണ്. മോസ്റ്റ്ലി നമ്മൾ വെച്ചോളാൻ തന്നെ പറയാം. പക്ഷെ ആർക്കും ഒരു ഛേദമില്ലാത്ത ഉപകാരമാണ്. അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ആളുടെ കേപ്പബിലിറ്റി എന്താണെന്നോ ആളുടെ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഒന്ന് സംസാരിച്ചിട്ട് അവർക്കൊരു റെഫറൻസ് കൊടുക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം അത് മിക്കവാറും ഞാൻ റെഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാരും തിരിച്ച് അങ്ങനെ പറ്റില്ല എന്ന് പറയാറുമില്ല. അപ്പം അങ്ങനത്തെ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അല്ലാതെ നമുക്ക് ജോലി ഒരാളെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യിച്ചു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെല്ലാം പറയുവാണെങ്കിൽ അതെല്ലാം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതൊന്നും. പിന്നെ ഈ പറയുന്ന നാട്ടിൽ നിന്ന് ഒത്തിരി സ്കാംസ് ഉണ്ട്. ഇപ്പൊ ജോലി ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ ജോലിക്ക് ഉടനെ ഇപ്പൊ കൊണ്ടുവരും, ഈ ജോലിക്ക് നിങ്ങളെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ട്. അതൊക്കെ ഒത്തിരി എണ്ണം സ്കാംസ് ഉണ്ട്. ഇപ്പം LMA കൊണ്ടുവരുന്നു. ഇപ്പം LMA സ്കാം ഒക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട്. മറ്റത് ഭയങ്കര ഇതായിട്ട് സ്കാം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ പല ആൾക്കാരുടെ ഫേക്ക് ചെയ്യും, പ്രൊഫൈലുകൾ ഫേക്ക് ചെയ്യും. എന്റെ പ്രൊഫൈല് ഫേക്ക് ചെയ്തിട്ടുണ്ട്. അതില് വെച്ചിട്ട് ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് പറയും ആദ്യം ഇത്ര തരണം, രണ്ടാമത് ഇത്ര തരണം, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വിത്ത് PR നിങ്ങളെ കൊണ്ടുപോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യും. അത് ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതുകൊണ്ട്, വേറെ കൺട്രിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് പൈസ പോയിട്ടുണ്ട്. അപ്പം ആൾക്കാരുടെ ഒരു പ്രശ്നം വെച്ചാൽ ആദ്യം ആരും ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ആരും മറ്റുള്ള ആൾക്കാർക്കും ചോദിക്കാറുമില്ല, പറയാറുമില്ല. പൈസ കൊടുത്ത് റെസ്പോൺസ് ഇല്ല, ഒരു രക്ഷയില്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും മാത്രമാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് പൈസ എല്ലാം വലിച്ചുകൊണ്ട് പോയിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, എന്റെ ലിങ്ക് കിടപ്പുണ്ട്. ഒരു മലയാളി ബ്രാംപ്ടണിൽ താമസിക്കുന്ന ഒരു മലയാളി ഇങ്ങനെ വർക്ക് പെർമിറ്റ് എടുത്തു കൊടുക്കാം, PR കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്പറുള്ള ആൾക്കാരുടെ ഒക്കെ ഒന്നും പൈസ പറ്റിച്ച് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് ഈ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല, ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല. ആള് നാട്ടിൽ എന്തൊക്കെയോ കണക്ഷനോ ഫേസ്ബുക്കോ ഒക്കെ വെച്ചിട്ട് പുള്ളി ആൾക്കാരെ കണക്ട് ചെയ്ത് മിഡിൽ ഈസ്റ്റ് എന്നൊക്കെയാണ് ഈ കണക്ഷൻ വരുന്നതല്ല. മിഡിൽ ഈസ്റ്റ് അഡ്വാൻറ്റേജ് അവരെ സംബന്ധിച്ച് ഇപ്പം ഖത്തറിലോ കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 2 മാസത്തെ സാലറി കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ 5 ലക്ഷം രൂപയൊക്കെ സുഖമായിട്ട് അങ്ങ് മേടിച്ചെടുക്കും. നിങ്ങളുടെ 2 മാസത്തെ സാലറി അല്ലേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈഡൻ ഗാർഡൻ ആണെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ വന്ന ഒത്തിരി ആൾക്കാർ, ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, ഈ പേ ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും വന്നു കഴിഞ്ഞാലും ഇവർക്ക് PR പോകാനായിട്ട് പറ്റത്തില്ലാത്ത സിറ്റുവേഷനിലോട്ട് ഉണ്ടാകാറ്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം മാത്രം ഇവർ പേ ചെയ്ത് വരുന്നതുകൊണ്ട് ഇവർക്ക് വർക്ക് പെർമിറ്റിനുള്ള സിറ്റുവേഷൻ ഉണ്ട്. വർക്ക് പെർമിറ്റ് എംപ്ലോയർ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഇവർ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ രണ്ടാമത്തെ ഇവർ റിന്യൂവൽ ആകുമ്പോഴത്തേന് എംപ്ലോയർ മിക്കവാറും അത് അങ്ങനെ പേ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് മിക്കവാറും രണ്ടാമത് കൊടുക്കുന്നത് കാണാറില്ല. 2 വർഷം കൊണ്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ PR ഇവിടുന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാനും പറ്റുന്ന കാണാറില്ല. അപ്പം നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട്, ഇപ്പൊ 2-3 ലക്ഷം ഒക്കെ കിട്ടുന്ന ജോലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഈ 2 വർഷം ഈ പൈസ കൊടുത്തിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടെ ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. ഈ പരിപാടി. അതായത് പറയുന്നത് മറ്റേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടും, കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിയുടെ ഫീസേ ആവുന്നുള്ളൂ, നിങ്ങൾക്ക് 3 പേർക്ക് കൂടെ ഇവിടെ പഠിക്കാൻ പറ്റും. അങ്ങനെ പല എന്താ പറയണേ സെല്ലിംഗ് ലൈൻസ് ഉണ്ട് ഇതിൽ. ഇതെല്ലാം കൊണ്ടാണ് ഈ ആൾക്കാർ ഇവിടെ വരാറുള്ളത്. അപ്പൊ നിങ്ങൾ ഒന്ന് ഇവിടെ വന്ന ആൾക്കാരുടെയൊക്കെ സിറ്റുവേഷൻ ചോദിച്ചിട്ട് വരിക. ഇപ്പം കൂടുതൽ ഇത് സ്ട്രെസ് ചെയ്ത് പറയുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെന്ന് വെച്ചിട്ടാണ്. അത്രയും നമ്പേഴ്സ് കാണാറുണ്ട്. ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ട് ഒരു രക്ഷയില്ല, തിരിച്ചു പോകാൻ പറ്റത്തില്ല, വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് റെഫ്യൂജി ക്ലെയിം ചെയ്തതായിട്ട് പറയപ്പെടുന്ന ഒരാളെ എനിക്കറിയാം. സഡ്ബറിയിൽ വന്നതാണ് ആള്. എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു മാർഗ്ഗവുമില്ല ചെയ്യാനായിട്ട്. അപ്പൊ പിന്നെ ഇവൻച്വലി പുള്ളി റെഫ്യൂജി ക്ലെയിം ചെയ്തെന്ന് വേറൊരാൾ പറയുന്നത് കേട്ടു. എന്നെ ഇൻട്രൊഡ്യൂസ് എന്റെ നമ്പർ മറ്റേ ആൾക്ക് കൊടുത്ത ആൾ പറയുന്ന കേട്ട് പുള്ളിക്ക് രക്ഷയൊന്നുമില്ല, പുള്ളിയും ഫാമിലിയും കൂടെ റെഫ്യൂജി ക്ലെയിം ചെയ്തെന്ന് പറയുന്നത്.
റെഫ്യൂജി ക്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, കിട്ടില്ല, അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. പക്ഷെ അവർക്ക് വേറെ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ അവർക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ജോലി കളഞ്ഞിട്ട്, രണ്ടുപേരും സെക്യൂർഡ് ജോലി കളഞ്ഞിട്ടാണ് എത്തിയത് ഇവിടെ. അതും ഒരു ഹെക്ടിക് എമൗണ്ട്, 10-25 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഈ വരുന്നത്. അങ്ങനത്തെ ഒത്തിരി റെഫ്യൂജി ക്ലെയിം ചെയ്ത ആളുകൾക്ക് ഞാൻ നമ്മുടെ നാട്ടിലോട്ടുള്ള വിസിറ്റിംഗ് വിസ നോക്കുമ്പോൾ പോലും എവിടെയും റെഫ്യൂജി ക്ലെയിം ചെയ്ത നാട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല. എനിക്ക് 6 വർഷത്തിന് നാട്ടിലോട്ട് പോലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. 6 years എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. 6 years പിന്നെ നാട്ടിൽ കയറാൻ പോലും പറ്റത്തില്ല. മറ്റൊരു രാജ്യത്തിൽ അസലം ക്ലെയിം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഓരോ സ്റ്റോറീസ്. ഓക്കെ, നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട്. അവരെയും കൂടെ ഒന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്തങ്ങ് പോയേക്കാം. സെക്കൻഡ്. താങ്ക് യു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്യാം കേട്ടോ, നമുക്ക് സമയമുണ്ട്. അതിനനുസരിച്ച് ആൻസർ ചെയ്ത് പോകാം. ആരുടെയും മിസ് ചെയ്യാതെ പറഞ്ഞേക്കാം. അടുത്തത്, മാസ്റ്റേഴ്സ് സ്ട്രീം ഇൻ ONIP നിർത്തലാക്കിയോ എന്ന് ചോദിച്ചു. ഇല്ല, ONIP മാസ്റ്റർ സ്ട്രീം ഒന്നും നിർത്തലാക്കിയിട്ടില്ല. സ്ട്രീം ഉണ്ട്. ഈ ഫാമിലി മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് അങ്ങനെ ന്യൂസ് ഒന്നും കേട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കെല്ലാം ഓരോ റൂമേഴ്സ് ഉണ്ട്. ഈടെ എന്തായിരുന്നു PGWP നിന്ന് പോയെന്നൊക്കെ പറഞ്ഞെന്തോ ഇൻസ്റ്റാഗ്രാം റീൽ ഒത്തിരി ഉണ്ട്. അതായത് പലപ്പോഴും വന്നിട്ടുണ്ട്. CRS സ്കോർ 508 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഓഗസ്റ്റ് 2025 നെക്സ്റ്റ് ഡ്രോയിൽ ITA വരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ITA വരും. കൺസിഡറിങ് 508 പോയിന്റിന് താഴോട്ടോ 508 ഡ്രോ വരണം. അതിന് ടൈ ബ്രേക്കർ ഓഗസ്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു കണക്കിനാണെങ്കിൽ ഡ്രോ വരും. അല്ല എങ്കിൽ 509 ഡ്രോ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. എൻ്റെ മകൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ ലൈസൻസ് ഉണ്ട്. ഇതുവരെ നഴ്സായ ജോലി കിട്ടിയില്ല. കനേഡിയൻ എക്സ്പീരിയൻസ് ഇല്ല. മാർച്ച് വർക്ക് പെർമിറ്റ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ മാർച്ചിൽ വർക്ക് പെർമിറ്റ് തീരും എങ്കിൽ എംപ്ലോയറെ കണ്ടുപിടിച്ച്, പിന്നെ ഹെൽത്ത് കെയർ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കും. ഇപ്പൊ മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ February 20 നമ്മളിപ്പം സംസാരിക്കുമ്പോഴേ, മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ മാർച്ചായി. അപ്പം അതിനകത്ത് എന്താണ് അടുത്ത പോസിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ പുള്ളിക്കാരിക്ക് അറ്റ്ലീസ്റ്റ് ഒരു നല്ല പരിപാടി, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു 1 year മുന്നോട്ട് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരിക്ക് ജോലി സീക്ക് ചെയ്യുകയോ അതിന്റെ കൂട്ടത്തില് LMA വെച്ചുള്ള എംപ്ലോയറെ കണ്ടുപിടിക്കുകയോ അതൊക്കെ വേണമെങ്കിൽ വർക്കബിൾ ആണ്. എംപ്ലോയർ സപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയറെ കണ്ടുപിടിക്കുകയൊക്കെ വർക്കബിൾ ആണ്. ഇപ്പോൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 4162548663 അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി. info@staffco.pro. ഇത് ടീമിലോട്ട് കണക്ട് ചെയ്യാം. ജേഷ് അതിനുശേഷം കണക്ട് ചെയ്തായിരിക്കും. അങ്ങനെ 1-on-1 എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ ജേഷ്? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇപ്പോൾ കോളേജിൽ മലയാളി സ്റ്റുഡൻസ് വരുന്നുണ്ടോ? ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി കുറവാണ് ഹാരിസ്. ഒത്തിരി കുറവാണ്. മലയാളികൾ തന്നെയല്ല കേട്ടോ, ഒത്തിരി ആൾക്കാർ സ്റ്റുഡൻസ് വരുന്ന ഒത്തിരി കുറവാണ്. ഇപ്പം പബ്ലിക് കോളേജസിലൊക്കെ തന്നെ പല ക്യാമ്പസുകളും ക്ലോസ് ചെയ്തു. കോളേജ് ക്ലോസ് ചെയ്ത് പോയത് മാനിറ്റോബയിൽ ഒരു കോളേജ് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ടൊറന്റോയിലൊക്കെ പല ക്യാമ്പസുകളും ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. പല പ്രോഗ്രാംസും അവർ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പം നേരത്തെ 3 ഇൻടേക്കിൽ നടന്നുകൊണ്ടിരുന്ന പ്രോഗ്രാം ചില കോളേജിലൊക്കെ 4 ഇൻടേക്കൊക്കെ ഉണ്ടായിരുന്നു. അഡീഷണൽ ഇൻടേക്ക് ഒക്കെ ഒക്ടോബറിലൊക്കെ റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം മാറി മറ്റേ സെപ്റ്റംബറിലാണ് മെയിൻ ഇൻടേക്ക്. സെപ്റ്റംബറിൽ തന്നെ ആയിരിക്കും കൂടുതൽ പ്രോഗ്രാംസ് കിട്ടാൻ സാധ്യതയുള്ളത്. ബാക്കി പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിന്റെ നമ്പറും കണ്ടുപോകാൻ കുറഞ്ഞിട്ടുണ്ട്. 56% 12th March ബാക്ക്ഗ്രൗണ്ട് ലുക്കിംഗ് കോൺസ്റ്റാഗോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ട്രാക്കിംഗ് ക്യാൻ ഐ സ്റ്റഡി ആണ് ചോദിച്ചിരിക്കുന്നത്. ഹാരിസ് അപ്ലൈ ചെയ്യാൻ പറ്റും ഹാരിസ്. പക്ഷേ സ്റ്റഡി പെർമിറ്റിന് ഹാരിസ് ആണോന്ന് അറിയില്ല. ഞാൻ ഒരു കാൻഡിഡേറ്റ് സെയിം പ്രൊഫൈലുള്ള കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് കണക്ട് ചെയ്തായിരുന്നു. ഞാനപ്പോൾ ആൾക്കും പറഞ്ഞത് തന്നെയാണ്, ചെയ്യുന്നതിന് കുഴപ്പമില്ല. റെഫ്യൂസൽ റേറ്റ് ഒത്തിരി കൂടുതലുണ്ട്. 56% വിസയിൽ വരും. കോളേജിൽ അഡ്മിഷൻ കിട്ടും ഹാരിസ്, ഒരു പ്രശ്നമില്ല. കോളേജ് അഡ്മിഷൻ ഇന്ന് നമുക്ക് നാളെ കഴിഞ്ഞ് വേണേൽ ഓഫർ ലെറ്റർ കിട്ടും, കുഴപ്പമില്ല. പക്ഷെ വിസ സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ കിട്ടണ്ടേ? അപ്പൊ അത്
56% അത്ര നല്ല ഒരു പ്രൊഫൈൽ അല്ല എന്ന് പറയാൻ പറ്റും മാർക്കിന്റെ വെച്ചിട്ട്. പിന്നെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെതായ മാറ്ററാണ്. പിന്നെ ഒരു ഡിസിഷൻ ഉണ്ട് വിസ ഓഫീസറുണ്ട്. ഞാൻ അതിന്റെ സിറ്റുവേഷൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാനല്ല ഡിസിഷൻ എടുക്കുന്നത്. എന്നാലും നമ്മൾ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഒരു ഹെക്ടിക് എമൗണ്ട് ഇവിടോട്ട് സെൻഡ് ചെയ്തു ഇങ്ങനെയാണ് അവർ വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവഞ്ച്വലി നാട്ടിൽ നിന്ന് ഇവിടോട്ട് സ്പെൻഡ് ചെയ്ത് ഇപ്പൊ $66 രൂപയാണ് ഒരു ഡോളറിന്. ഇങ്ങോട്ട് അത് സെൻഡ് ചെയ്യുമ്പോൾ കോളേജിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ $68 സെൻഡ് ചെയ്യുന്നത്. ആ പൈസ ഇവിടെ എത്ര ലക്ഷം വരും ഏകദേശം? ഒരു മൊത്തം ഫീസ് ഒത്തിരി കൂടി. അപ്പം ഒരു 12 ലക്ഷം രൂപ മേളിൽ ഒരു വർഷത്തെ ഫീസ് വരും. അങ്ങനെ ഒരു വർഷത്തെ ഫീസ് ഒരു 12 മേളിൽ, 12 അല്ല കേട്ടോ, ഒരു കോൺസ്റ്റോക്ക് ഒക്കെ ആണെങ്കിൽ എനിക്ക് $20,000 അടുത്തുണ്ട്. അപ്പം ഏതാണ്ട് ഒരു 14 ലക്ഷം രൂപ അടുത്ത്, 13.5 ലക്ഷം to 14 ലക്ഷം രൂപ ഒരു വർഷത്തെ ഫീസായി. 20,000 വെച്ച് കൂട്ടുവാണെങ്കിൽ ഏതാണ്ട് ഒരു 13.5 ലക്ഷം രൂപ വെച്ച് കൂട്ടാം. 13.5 ഇപ്പൊ 27 ലക്ഷം രൂപ ഫീസ് തന്നെ വന്നു. പിന്നെ GIC 23,000 അത് വേണം. അതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഏതാണ്ട് ഒരു 10 ഇത്തരം തന്നെയായി. അപ്പൊ എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ 40 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ വർഷം തന്നെ ഒരു 10-27 ലക്ഷം രൂപ കാനഡയിലോട്ട് സെൻഡ് ചെയ്തിട്ട് വേണം ഇത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇത്രയും പൈസ സെൻഡ് ചെയ്തിട്ട് നാട്ടിലോട്ട് ഇത് റെഫ്യൂസൽ വന്നിട്ട് നാട്ടിലോട്ട് തിരിച്ച് പൈസ ചെല്ലുമ്പോൾ എമൗണ്ട് കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, റിട്ടേൺ കിട്ടുന്നത്. അപ്പം നമ്മളീ പറഞ്ഞ പോലെ ഈ ഡബിൾ ടാപ്പിംഗ് ചെയ്യുന്നുള്ളത്, വേറെ അഡീഷണൽ ഡബിൾ ടിപ്പിംഗ് ഇല്ല, അഡീഷണൽ ചാർജ് ഒന്നും എടുക്കുന്നില്ലാത്തതുകൊണ്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ പറയും ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ബെറ്റർ റേറ്റ് ഏതാ കിട്ടുന്നത് അവിടുന്ന് സെൻഡ് ചെയ്യാനായിട്ട് പറയാം. നമുക്കിപ്പം അതല്ലാതെ ഇതിൻ്റെ അതൊരു ബിസിനസ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പം ഇന്ന എക്സ്ചേഞ്ച് വഴി സെൻഡ് ചെയ്യുവാണെങ്കിൽ ഇത്ര രൂപ എന്നുള്ളൊരു ഒരു കമ്മീഷൻ വ്യവസ്ഥയൊക്കെ ഉണ്ട് നാട്ടിൽ. അപ്പൊ അങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരാളുടെ റെഫ്യൂസൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് അവർക്ക് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവഞ്ച്വലി ഇതെല്ലാം പോകുന്നത് ക്ലയന്റിനായിരിക്കും ഇതിനെല്ലാം നഷ്ടം വരുന്നത്. ഇപ്പൊ ഈ 68 രൂപ വെച്ച് ഇങ്ങോട്ട് പൈസ സെൻഡ് ചെയ്യും, ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോഴത്തേനും 65 64 വെച്ചായിരിക്കും ഇവിടുന്ന് പോകുന്നത്. ബിക്കോസ് ഇവിടുന്ന് ചെയ്യുന്നത് ബാങ്കിൽ നിന്നാണല്ലോ റെമിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചാർജസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ വരുമ്പോൾ ഒത്തിരി നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഒന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ സമയം മെനക്കെടൽ ആളുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഈ നെഗറ്റീവ് പറയുന്നത്. അപ്പം തീർത്തും നടക്കാന്നുള്ളതല്ല, ഫൈനാൻഷ്യലി നിങ്ങൾ ഇതെല്ലാം ബെയർ ചെയ്യാനായിട്ട് റെഡിയാണ്, റിസ്ക് ബെയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഒരു IRCC തന്നെ ഡേറ്റയിൽ നിന്നാണ് ഇന്ത്യയിലുള്ള ന്യൂസ് പേപ്പേഴ്സിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. 74% ഇന്ത്യൻ വിസ റിഫ്യൂസൽസ് ഉണ്ട്, അതായത് മറ്റേ സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയിട്ട്. അപ്പം 74% 100-ൽ 74 പേർക്കും റിഫ്യൂസലാണ്. അപ്പൊ 24 പേരിൽ നല്ല മാർക്കുള്ള ആൾക്കാർക്കെല്ലാം റിഫ്യൂസൽ കിട്ടുന്നുണ്ടെന്ന് അവിടെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ പറയുന്നത്. പിന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്തത് ബെറ്റി അഭിലാഷ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇവിടെ റെഫ്യൂജി അപ്ലൈ ചെയ്താൽ ഇന്ത്യ ഗവൺമെന്റിന് അതറിയാൻ പറ്റുമോ? അത് നമ്മൾ ഇവിടെ PR കിട്ടാതിരുന്നാൽ നാട്ടിൽ പോകുന്നതിന് തടസ്സമാകുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ബെറ്റി, എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അത് ഇന്ത്യ ഗവൺമെന്റിൽ ഇവരെന്ത് ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. എനിക്ക് ഒരു ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മള് നാട്ടിലോട്ട് ഇപ്പം എന്ത് കാര്യത്തിന് വേണ്ടിയും ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നോർമലി വന്നിട്ടുണ്ട്, അവര് ഓരോ ക്വസ്റ്റ്യനെയർ ഉണ്ടല്ലോ. ഒരു വിസിറ്റർ വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ളവർക്കാണെങ്കിൽ എന്ന രാജ്യങ്ങളിൽ കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കത് അതാണ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഇന്ത്യ കാനഡ എക്സ്ചേഞ്ച് ഒത്തിരി നടക്കും. ഇനി ടാക്സ് പോലും പറയുന്നത് കേട്ടു, ഈ വർഷം മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ടാക്സ് ഇൻഫർമേഷൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇങ്ങോത്ര വരുന്നുണ്ടോ, അതും കാനഡയായിട്ട് നമുക്ക് രണ്ടിടത്തും ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിൽ അത് എക്സ്ചേഞ്ച് പേപ്പേഴ്സ് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അറിയാൻ പറ്റുള്ളൂ. തുടർന്ന് ബാക്കി എനിക്ക് ഇൻസൈറ്റ്സ് ഇല്ല അതിൽ പറയാനായിട്ട്. അതിപ്പം കാനഡിയൻ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അത് ബേസിക്കലി ഇന്ത്യയിലുള്ള ആപ്ലിക്കേഷൻ സിറ്റുവേഷനാണ്. അടുത്തത്, ഹൗ ഇസ് സസ്കച്ചുവാൻ പോളിടെക്നിക് ഡസ് ദിയർ സർട്ടിഫിക്കറ്റ്? സസ്കച്ചുവാൻ പോളിടെക്നിക്കിന് ഒരു കുഴപ്പമില്ല. എന്ത് കോഴ്സ് എടുക്കുന്നു അതുകൊണ്ട് ഇപ്പം 2 വർഷത്തെ നേരത്തെ ഒരു കാൻഡിഡേറ്റ് പറഞ്ഞില്ല, നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്
ട്രക്കിങ് അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സൊക്കെയാണ് 2 വർഷത്തെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പഠിച്ചിട്ട് നമുക്ക് മാനേജറിൽ ജോലി കിട്ടണമെന്നൊന്നും ഉദ്ദേശിക്കാൻ പറ്റത്തില്ല. കാനഡയിലെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ കോളേജിൽ ബാച്ചിലേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മൾക്ക് കിട്ടുന്നത്. ബികോം ആണെങ്കിൽ ബാച്ചിലർ ഓഫ് കോമേഴ്സ്, BSc ബാച്ചിലർ ഓഫ് സയൻസ്, ഇത് ബാച്ചിലേഴ്സ് ആണ് കിട്ടുന്നത്. അത് 3 വർഷത്തെ ബാച്ചിലേഴ്സ് ആണ് ഇന്ത്യയിലുള്ളത്. UK-യിലും ഓസ്ട്രേലിയയിലും എല്ലാം ഈ സെയിം സിസ്റ്റം ആണ്. നോർത്ത് അമേരിക്കയിൽ ബാച്ചിലേഴ്സ് 4 വർഷമാണ്. പക്ഷേ ഇവിടുത്തെ ഡിപ്ലോമ എന്ന് പറയുന്നത് ഒണ്ടേരിയോ കോളേജ് ഡിപ്ലോമ അല്ലെങ്കിൽ സസ്കച്ചുവൻ കോളേജ് ഡിപ്ലോമ ഇത് 2 വർഷത്തേക്കുള്ളതാണ്. അപ്പൊ അതൊരു ലോവർ ലെവൽ ഇതാണ്. ബാച്ചിലേഴ്സിനെക്കാളും നമ്മുടെ ക്വാളിഫിക്കേഷൻ, മാസ്റ്റേഴ്സ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളുടെ ഒരു ജോലി റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ അപ്ലൈ ചെയ്താൽ കിട്ടില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളെടുക്കുന്ന കോഴ്സ് പിന്നെ സ്കില്ലിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 2 വർഷത്തെ കോഴ്സുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഞാൻ ആ രീതിക്കാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. അപ്പൊ നാട്ടിലുള്ള ആൾക്കാരുടെ എല്ലാം ഉദ്ദേശം ഇപ്പം നാട്ടിൽ നിന്ന് മറ്റേ 2 ഇയർ ബിസിനസ് കോഴ്സ് എടുത്ത് വന്ന ആൾക്കാരെല്ലാം പറയുന്നത് അല്ലെ വന്നപ്പോഴുള്ള അവരുടെ ഉദ്ദേശം ഇതായിരുന്നു മറ്റേ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 വർഷത്തെ ഇത് കഴിഞ്ഞാൽ മാനേജറായിട്ട് കിട്ടും എന്നൊക്കെ ഉള്ളൊരു കണക്കാണ്. ആ ഒരു രീതിയിലല്ല ഇവിടെ വർക്കൗട്ട് ചെയ്യും. ഞാൻ ആ ഒരു രീതിക്ക് അത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആൻസർ പറഞ്ഞത്. നമ്മുടെ അല്ലാതെ ഇവിടെ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് കോളേജുകൾക്ക് പ്രശ്നമൊന്നുമില്ല. ഈ 2 വർഷത്തെ ഇപ്പം ടെക്നിക്കലോ സ്കിൽഡോ ഹെൽത്തോ ഇപ്പൊ നഴ്സിംഗ് 2 വർഷം, നേരത്തെ ഒരാൾ ചോദിച്ചു 2 വർഷം നഴ്സിംഗ് എടുത്ത വളരെ നല്ല പരിപാടിയാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. RPN-ആയിട്ട് ലൈസൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ RPN-ആയിട്ട് കയറാൻ പറ്റും. പേയും വളരെ നല്ല പേ ആണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് RN-ലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ മകൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞു, 8 മന്തായി, ഇതുവരെ ജോലി കിട്ടിയില്ല. മാർച്ചിൽ വർക്ക് പെർമിറ്റ് തീരും. ബിജു, നമ്മൾ നേരത്തെ സംസാരിച്ചതായിരുന്നേ. കുറച്ചും നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ അല്ലേ? 492 പോയിന്റ് ഉണ്ട്. പക്ഷെ ഹെൽത്ത് കെയർ ഡ്രോയിലാണെങ്കിൽ 495 വർക്കബിൾ ആണ്. ആളുടെ ഏത് ഡ്രോയിലാണ് വരുന്നത് നമുക്കറിയില്ല. ആൾക്ക് ഏത് എക്സ്പീരിയൻസ് ആണെന്ന് അറിയില്ല. അടുത്തത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, എന്താണ് എന്ന് എഴുതിയിട്ടില്ല. നേരത്തെ ആള് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് മുന്നോട്ടുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ, അത് നമുക്ക് അവിടെ ആൻസർ ചെയ്യാം. If I score 7 in French in all 4 parts, will I still require Canadian work experience? ഓക്കെ, PR ജനറേറ്റ് ചെയ്യുന്ന 4 ക്രൈറ്റീരിയാസിനെ വെച്ചാണ്. ഒന്ന് നമ്മളുടെ ലാംഗ്വേജ് സ്കോർ, 2 നമ്മുടെ എക്സ്പീരിയൻസ്, 3 നമ്മുടെ ഏജ്, 4 നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇത് 4നും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ഉണ്ട് കേട്ടോ. കാനഡിയൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫോറിൻ എക്സ്പീരിയൻസും വർക്കബിൾ ആണ്. കാനഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അഡീഷണൽ പോയിന്റ്സ് അതിൻ്റെതായ ഉണ്ടായിരിക്കും. കുറച്ചു മുമ്പേ ചോദിച്ചിരുന്നായിരുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എടുത്ത. ഓക്കെ, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെനേക്ക കോളേജ് ആണ് നേരത്തെ, ഇപ്പൊ സെനേക്ക പോളിടെക്നിക്കിലോട്ട് അവർ വന്നു. ഹംബർ അതുപോലെ തന്നെ ഹംബർ കോളേജ് ഹംബർ പോളിടെക്നിക് ആയി. എനിക്ക് തോന്നുന്നത് കൂടുതലും മറ്റേ ടെക്നിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാംസ് അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു വ്യത്യാസമുള്ളത്. പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിപ്ലോമ ഹംബർ പോളിടെക്നിക്കിലെ ഡിപ്ലോമ ഇപ്പൊ കിട്ടുന്നതും 2 വർഷം മുന്നേ ഹംബർ കോളേജിലെ ഡിപ്ലോമ കിട്ടിയതും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പൊ ഞാൻ അതായിരിക്കും എളുപ്പത്തിൽ സംശയം തോന്നുന്നത് എന്തായിരിക്കും നമ്മുടെ നാട്ടില് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പോളിടെക്നിക് എന്ന് കേൾക്കുമ്പോൾ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ അവിടെ നമുക്ക് പോകാം. ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു പോളിടെക്നിക് ഉണ്ട്. അവിടെ ഇലക്ട്രോണിക്സ് പഠിക്കുന്നത്. അതിന് ശരിക്കും 2 വർഷത്തെ ഡിപ്ലോമ, ഡിഗ്രി വാല്യൂ ഇല്ലല്ലോ നമുക്ക്. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് കമ്മ്യൂണിറ്റി കോളേജ് എല്ലാം ഡിപ്ലോമ തന്നെയാണ് കൊടുക്കുന്നത്, ഡിഗ്രി ഒന്നും കൊടുക്കുന്നില്ല. ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ പോകണം. കോളേജിലുണ്ട്, ചില കോളേജിൽ ഡിപ്ലോമ ഉണ്ട്, 4 ഇയർ ഉണ്ട്, പക്ഷെ അധികമില്ല. അതും അത് അധികം ഓപ്ഷൻസ് ഇല്ല. അതാണ് ആളുകൾക്ക് ഈ പോളിടെക്നിക് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേനും അതൊരു നെഗറ്റീവ് ടൈം അല്ല കേട്ടോ. കാനഡയെ സംബന്ധിച്ച് പറയുമ്പോൾ കോളേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പം എന്താ പറയുക, സെയിന്റ് സ്റ്റീഫൻസ് കോളേജും സ്വാൻസ് പോളിടെക്നിക്കും കമ്പയർ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ഇവിടുത്തെ കോളേജ് എല്ലാം തന്നെ മോസ്റ്റ്ലി ഇത് തന്നെയാണ് കൊടുക്കുന്നത്, കോളേജ് ഡിപ്ലോമാസ് ആണ്. അതിന്റെ സെയിം ഈക്വലൻസി തന്നെയാണ് ഈ പോളിടെക്നിക്കിലും കൊടുക്കുന്നത്. പിന്നെ കോളേജ് പോളിടെക്നിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് എന്തോ ഒരു മെറിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഡിപ്ലോമ ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേനും അതിൽ രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഹംബറിൽ പഠിച്ചാലും സെന്റിനിയിൽ പഠിച്ചാലും രണ്ടും ഒരേ, സെന്റിനിയൽ കോളേജിൽ നിന്നും ഹംബർ പോളിടെക്നിക്കിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അതിന് സെയിം വില തന്നെയുള്ളൂ. അത് ഇമിഗ്രേഷൻ പർപ്പസിനാണെങ്കിൽ ഒരേ വിലയുള്ളൂ. അതിപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാലും അതിന് ആളുടെ മെറിറ്റേ വരത്തുള്ളൂ, അല്ലാതെ അതുകൊണ്ട് വലിയ വ്യത്യാസമില്ല.
ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്തത്, ഇനി റൂൾസ് ലിബറൽ ആവുമോ? ഇത് ഹാരിസ് തന്നെയാണ് ഹാരിസെ ലിബറൽ ഒന്നും ആകാൻ സാധ്യതയില്ല. ഹാരിസെ അത്ര എളുപ്പമല്ല. ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് അത്രയും തോന്നുന്നില്ല. അവര് ആൾക്കാരെ പഴയ മോഡൽ ലിബറലായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ അതെ. ഹൗസ് ഏർലി ചൈൽഡ്ഹുഡ് പ്രോഗ്രാം ഇൻ സെന്റ് ലോറൻസ് കോളേജ്, കിങ്സ്റ്റൺ? കുഴപ്പമൊന്നുമില്ല, പബ്ലിക് കോളേജ് തന്നെയാണ്. നിങ്ങൾക്ക് എവിടെ കുട്ടികൾ വരുമ്പോഴത്തേനും ഇപ്പം ഒന്ന് ഞാൻ ആ ആസ്പെക്ട് ഞാൻ പറയുന്നില്ല. ഇമിഗ്രേഷന് PR കിട്ടാനായിട്ട് ചില സ്ഥലങ്ങളിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാനിപ്പോ ഈ അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോന്ന്, ആ കോഴ്സ് എടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചെടുത്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് പഠിക്കാൻ വരുന്നതിനകത്ത് ഇതൊന്നും പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ പഠിത്തം കഴിഞ്ഞിട്ട് PR ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ചില ലൊക്കേഷന് ചില അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അപ്പൊ ആ ലൊക്കേഷൻസിൽ വരുന്നത് നമ്മളങ്ങനെ പൊതുവെ ഇങ്ങനെ ആൾക്കാർക്ക് ചോയ്സ് പറയാറുണ്ട്. അങ്ങനെ ഇപ്പം ഇന്ന കോളേജിലോട്ട് എടുക്കുക എന്നുള്ളതിനേക്കാളും അത് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവഞ്ച്വലി PR ആക്കാനായിട്ടാണല്ലോ വരുന്നത്. എല്ലാവരും 99.99% PR ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. ഈ കോഴ്സൊക്കെ എടുക്കുന്നത് PR പോകാനുള്ള ഒരു പാത്ത് വേ മാത്രമേ ഉള്ളൂ. അപ്പം ലൊക്കേഷൻ മാറ്റേഴ്സ് ആണ്. കോളേജിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ ദിവസം സൗത്ത് ആംപ്ടൺ യൂണിവേഴ്സിറ്റി UK അവര് ഗുഡ്ഗാവില്, നമ്മുടെ ഗുഡ്ഗാവ് എന്ന് പറയുന്ന നോയിഡയിൽ, അവിടെ നോയിഡയിൽ ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഹരിയാനയിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അതിന്റെ വീഡിയോ കണ്ടിരിക്കുമായിരുന്നു. അപ്പം അവിടെ ഓൾറെഡി ക്യാമ്പസ്, ഒറിജിനൽ ക്യാമ്പസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആൾക്കാരെല്ലാം കമന്റ് ചെയ്തിരിക്കുന്നതാണ്, ഞങ്ങളവിടെ പഠിക്കാനല്ലല്ലോ പോകുന്നത്, UK കാര്യങ്ങൾക്ക് കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞങ്ങൾ UK വരുന്നല്ലാതെ. അങ്ങനെ ഉണ്ടല്ലോ, അത് ജനറൽ ഫാക്ട് ആണല്ലോ. ഓക്കെ, എനിക്ക് ഒരു മകനേ ഉള്ളൂ, കാനഡയിൽ PR ആണ്, ഞാനും വിസിറ്റ് വിസയിൽ ഇവിടെ ഉണ്ട്. എന്താണ് ഹാൻസി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതെന്തോ 2025 ഡിസംബർ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര നാളെടുക്കും? എനിക്ക് അതിൻ്റെ അകത്തൊരു എന്തൊരു ഡൗട്ട്. ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് കമ്പാഷനേറ്റ് ആണ് ഉദ്ദേശിച്ചത്. അത് ആപ്ലിക്കേഷൻ കാണാതെ, ആപ്ലിക്കേഷൻ സിറ്റുവേഷൻ അറിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അത് വൺ കാര്യങ്ങൾ ചെയ്യുന്നത് കൺസൾട്ടൻസ് വഴിയാണ് അവരുടെ തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഒരാൾ അവർക്ക് ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കുമല്ലോ. അപ്പം ആ സിറ്റുവേഷൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നതാണ്. നമുക്കല്ലാതെ ചുമ്മാ ഒരു കമന്റ് പറഞ്ഞിട്ട് ആർക്കും പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും അപ്ലൈ എടുത്ത ആളുടെ അടുത്ത് തന്നെ കോൺടാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രീതി പ്രിൻസ്, താങ്ക് യു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിന് വർക്ക് പെർമിറ്റ് PR സാധ്യതയുണ്ടോ? ടു ബി ഓണസ്റ്റ് കുറവാണ്. ജോലി കിട്ടാനും സാധ്യത കുറവാണ്. വർക്ക് പെർമിറ്റ് ഇപ്പം ഈ പറഞ്ഞ പ്രോഗ്രാം പല സ്ഥലങ്ങളിലും അത് നോക്കണം ബിജു. അതായത് ഈ HR ഒക്കെ മിക്കവാറും ലിസ്റ്റിൽ നിന്ന് പോയായിരുന്നു, PGWP പ്രോഗ്രാമിൽ നിന്ന് പോയായിരുന്നു. ജോലി കിട്ടാനും അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞ പോലെ HR ഓപ്പണിങ്സ് ഒക്കെ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ HR പഠിച്ചിട്ട് ജോലി കിട്ടാതിരിക്കുന്നുണ്ട്. പണ്ടത്തെ വേറൊരു മെയിൻ കോഴ്സായിരുന്നു ഈ പ്രൊജക്ട് മാനേജ്മെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റ് പഠിച്ചിട്ട് പ്രൊജക്ട് മാനേജ്മെന്റിൽ പ്ലേസ് ചെയ്യപ്പെട്ടുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ, പക്ഷെ വളരെ കുറവാണ്. അപ്പം സ്കിൽഡ്, ടെക്നിക്കല്, പിന്നെ ഹെൽത്ത് കെയർ, ഇതൊക്കെയാണ് ഏറ്റവും അഭികാമ്യം എടുക്കാൻ പറ്റുവാണെങ്കിൽ. ഹ്യൂമൻ റിസോഴ്സിൽ ഇപ്പോഴത്തെ ഈ AI കൂടെ ഉള്ളതുകൊണ്ടെല്ലാം ഒത്തിരി ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാനേജേഴ്സ് ഒന്നുമല്ല, ഒരാളുടെ അടുത്തോട്ട് എല്ലാം തന്നെ സോർട്ട് ചെയ്ത് ഒരു 20 പേരുടെ ആപ്ലിക്കേഷൻ കൊടുക്കും. എന്തെല്ലാം ആപ്സ് ആണ് ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പം സാധ്യത കുറവാണ് വരുമ്പോഴത്തേക്ക്. ഹാരിസിന്റെ പ്രൊഫൈൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, ഹാരിസ് കുഴപ്പമില്ല. ഞാൻ നെഗറ്റീവ് പറഞ്ഞ പേരൊന്നും കൊണ്ടല്ല. ഹാരിസിന് പേഴ്സണലായിട്ട് ഇത് പറഞ്ഞതല്ല. ഹാരിസിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഞാൻ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഹാരിസ് ഡയറക്റ്റ് ഈ നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാൻ അയക്കാം. ഹാരിസ് തന്നെയാണോ എന്നറിയില്ല. ഞാൻ ഒരാളുടെ സെയിം സിറ്റുവേഷൻ പറഞ്ഞായിരുന്നു. അതായത് വേറൊന്നും കൊണ്ടല്ല, നമുക്കിപ്പം ഹാരിസ് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഫൈനാൻഷ്യലി ഭയങ്കര ലോസ് ഉണ്ടാകാൻ സാധ്യത. ഇപ്പം ഈ പറഞ്ഞ പോലെ
ഫില്ല് ചെയ്യാന്നുള്ളതല്ല ഹാരിസ്, അത് എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഫില്ല് ചെയ്യാന്നുള്ളതല്ല. അത് ഇവരുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഇത്രയും റെഫ്യൂസൽ റേറ്റ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നിപ്പോൾ ഊഹിക്കാൻ പറ്റും എത്രത്തോളം നല്ല പ്രൊഫൈലുകളാണ് അവിടെ പോകുന്നുള്ളത്. അതുകൊണ്ടാണ് ഹാരിസ് ഒന്ന് കോൺടാക്ട് ചെയ്തത്, നമുക്ക് സംസാരിക്കാം. ഓക്കെ, PR ആപ്ലിക്കേഷൻ കൊടുക്കാൻ 1 year എക്സ്പീരിയൻസ് വേണോ? ക്രിസ്റ്റൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ഉണ്ട് PR ആപ്ലിക്കേഷന്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം. പോയിന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് മറ്റേ PR-ന്റെ ഒരു 67 പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബേസിക്കലി അത് അങ്ങനത്തെ സിറ്റുവേഷൻ. 67 പോയിന്റ്സിന് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും മിക്കവാറും വരുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ 1 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ്, നാട്ടിലെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് അങ്ങനെയുള്ളവരൊക്കെയാണ് വരുന്നത്. അപ്പം അത്രയും നമ്മൾ ഈ മിക്കവാറും ഉണ്ടാകുന്ന വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പ്രൊഫൈൽ എൻഡ് വരെ എത്തിയിട്ട് അവര് ഇത് ചെയ്യും. അതായത് ഇമെയിൽ വരും, യു ആർ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വരും. അങ്ങനെയാണ് കാണാറുള്ളത്. പ്രൊഫൈൽ ഇപ്പം ഇന്ത്യ എന്നുള്ളതാണോ കാനഡ എന്നുള്ളതാണോ അതെല്ലാം നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. Okay. How about part-time job opportunities, especially in cities like London, Ontario and Regina? I got offer letter from both colleges. സോറി, അതൊന്നും കമന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ചോദിച്ചു നോക്കുക. അതായിരിക്കും നല്ലത്. കാരണം ലണ്ടൻ ഒണ്ടേരിയോ ഒക്കെ നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അവിടെ ലണ്ടൻ ഒണ്ടേരിയോ, റെജീന എന്ന് പറഞ്ഞ സസ്കച്ചുവാൻ ആണ് വരുന്നത്. കണക്ഷൻ ഇല്ല. അപ്പോഴേക്കും അവിടെ തന്നെയുള്ള കമ്മ്യൂണിറ്റിയിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇപ്പം മലയാളി അസോസിയേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ട് നാളെ ഫെബ്രുവരി 21 6 മാസം പെർമിറ്റ് കിട്ടിയില്ല. PSW. ഒരു കുഴപ്പമില്ല. 9 മാസം 10 മാസമായിട്ടൊക്കെ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. കിട്ടിക്കോളും. ഡോക്യുമെന്റേഷൻ ക്ലിയർ ആണെങ്കിൽ കിട്ടിക്കോളും, അറിയണ്ട. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഓൾറെഡി പിന്നെ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ സെഷനിൽ നിന്നുണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പോഴേ ഒന്ന് നോക്കി പോയിക്കൊള്ളുക. അപ്പം ഞാൻ തന്നെ പോസ്റ്റ് ചെയ്ത് വിടുവാണത്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? അത് മൊത്തവും കാണുന്നില്ല ഇല്ലേ? ഞാനൊന്ന് വായിച്ചു വിടാം അവിടുന്ന്. അപ്പോഴേക്കും അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. My son passed a 2-year diploma in physiotherapy assistant from Georgian College. He is working at CBI Canada Physiotherapy Clinic at Edmonton last 2.5 years. He had applied for PR before 1 year. Is there any chance to get PR? His stayback period expires on June 26. ഓക്കെ, PR ഏത് സ്ട്രീമിലാണ് അപ്ലൈ ചെയ്തതെന്നുള്ള ഒന്നാമത്തെ കാര്യം. അതായത് അവിടുത്തെ പർട്ടിക്കുലർ PNB പ്രോഗ്രാം വല്ലതും ആണെങ്കിൽ അതിന്റെ അക്നോളജ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BOWP അപ്ലൈ ചെയ്യാൻ പറ്റും. ബ്രിഡ്ജിംഗ് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രൊവിഷൻ. പിന്നെ PR അത് പേരൻസും സംസാരിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ഇൻഫർമേഷൻ മിക്കവാറും ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസൾട്ടന്റ് ഷെയർ ചെയ്യുന്നൊരു ഇൻഫർമേഷൻ ആയിരിക്കും അവർക്കുള്ളത്. അപ്പൊ ആ ഇൻഫർമേഷൻ അവര് പേരൻസിന് പാസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ അകത്ത് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം എനിക്കിവിടെ അത്ര ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ BOWP അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ബ്രിഡ്ജിംഗ് ഓപ്പൺ വർക്ക് പെർമിറ്റ്. PR കിട്ടത്തില്ല എന്നല്ല, PR കിട്ടിക്കോളും. PR-ന് പ്രോസസിംഗ് ടൈം ഉണ്ട്. അതാണ് പല പ്രോഗ്രാംസിന് പല പ്രോസസിംഗ് ടൈമാണ്. എക്സ്പ്രസ് എൻട്രി ആണെങ്കിൽ 6 months കിട്ടും. മറ്റേ PNB ആണെങ്കിൽ ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത് ഓരോ സിറ്റുവേഷനും അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. PR ഡോക്യുമെന്റേഷൻ ക്ലിയർ ആണെങ്കിൽ PR കിട്ടും, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. വിസിറ്റ് വിസ അപ്ലൈ ചെയ്യുന്ന പോലല്ല, ഡോക്യുമെന്റേഷൻ എല്ലാം ക്ലിയർ ആണെങ്കിൽ PR കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ശേഷം കുറച്ച് കമന്റ് വന്നായിരുന്നത്. എനിക്ക് ശ്രീനി 511 സ്കോർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ കിട്ടിക്കാണുമായിരിക്കും മിക്കവാറും. കിട്ടിയിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തേക്കുക ശ്രീനി ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ. ഓക്കെ, വേറെ കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഞാൻ അടുത്ത ജേഷ് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ ഇവിടെ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ വായിച്ചു പോക്കോളാം. ഞാനത് കാനഡയിൽ നിന്നുകൊണ്ട് നാട്ടിലുള്ളവരെ കൊണ്ട് PCC എടുക്കാൻ പറ്റുമോ എന്ന് ഷലിത ചോദിച്ചിട്ടുണ്ടായിരുന്നു.
കാനഡയിൽ നിന്നുകൊണ്ട് PCC എടുക്കുമ്പോഴത്തേനും BLS കാനഡ വഴിയിട്ടാണ് PCC എടുക്കുന്നത്. അതിന് ഇൻ പേഴ്സൺ നിങ്ങൾ പോകണം. നാട്ടിലാണെങ്കിൽ നിങ്ങൾ ഈ പാസ്പോർട്ട് സേവയിൽ ഇൻ പേഴ്സൺ പോകാതെ PCC എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവ് ലിമിറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നില്ല ആള് ഇൻ പേഴ്സൺ പാസ്പോർട്ടുമായിട്ട് പോകാതെ അവിടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ SPO ഓഫീസിൽ നിന്നൊക്കെ PCC എടുക്കുന്ന പരിപാടിയുണ്ട്. അത് ഇമിഗ്രേഷൻ പർപ്പസിന് അങ്ങനെ അഡ്വൈസബിൾ അല്ല. ഞാൻ ഒരു കാൻഡിഡേറ്റ്സിന് അത് വെച്ചിട്ടില്ല. അത് അഡ്വൈസബിൾ അല്ല അത് വെക്കുന്നത്. മറ്റേത് ഈ പാസ്പോർട്ട് സേവയുടെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള PCC വെക്കുന്നതാണ് നല്ലത്. ഓക്കെ. പിന്നെ പ്രീതി പ്രിൻസ് കഴിഞ്ഞ ആഴ്ച നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന്. മൈ സൺ US-ൽ H1B വിസയിൽ വർക്ക് ചെയ്യുന്നു ഫ്രം ലാസ്റ്റ് 15 years. US H1B വിസക്കാർക്കുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിനെ പറ്റി അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടോ? ഇല്ലല്ലോ, എപ്പോഴില്ലല്ലോ. അത് ഇടയ്ക്കൊരു സ്ട്രീം ഉണ്ടായിരുന്നു, H1B-കാർക്കുള്ള ഉണ്ടായിരുന്നു. അത് ക്ലോസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ക്ലോസ് ദിവസം ആയിരുന്നു. കൊണ്ട് ഫില്ലായിരുന്നു ജോഷ. കഴിഞ്ഞ Yes, വർഷം yes, തന്നെ yes. അത് അന്ന് തന്നെ ഫില്ലായിരുന്നു. പിന്നെ ഒന്നും പുതിയതായിട്ട് വന്നതായിട്ടുള്ള അറിവില്ല. ഇല്ല. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസ് ഉള്ളത്. Okay. ബാക്കിയെല്ലാം കമന്റ്സ് ആണോ വന്നിരിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ ആഴ്ച വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ടില്ല. Okay. ഓക്കെ, ഞാനൊന്ന് സ്റ്റോപ്പ് ഷെയറിങ് ചെയ്തോട്ടത്. ഓക്കെ, വീണ്ടും നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനോട് വന്നിട്ടുണ്ട്. മെൽവിൻ ജോസ് ആണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അത് ഫാമിലി ആപ്ലിക്കേഷനിൽ 364 CR സ്കോർ ഉണ്ട്. 1 year ആയി ആപ്ലിക്കേഷൻ ചെയ്തിട്ട്. ഡെന്റിസ്റ്റ് ആണ്. വൈഫിന് PNP കിട്ടാൻ ചാൻസ് ഉണ്ടോ? PR കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇന്ത്യയിൽ നിന്നും ആപ്ലിക്കേഷൻ ഇട്ടു, വെയിറ്റിംഗ് ആണ്. ഇന്ത്യയിൽ നിന്ന് 364 കിട്ടത്തില്ല. 364 അല്ല, ഇപ്പൊ ലാസ്റ്റ് വിളിച്ചത് 478 ആണ് ഹെൽത്ത് കെയർ ഡ്രോഗ് വിളിച്ചത്. 364 കിട്ടാനായിട്ട് അത്ര എളുപ്പമല്ല. PNB ഒന്നും അത്ര എളുപ്പമല്ല. നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റിയിലോട്ട് കുറവാണത്. കിട്ടത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കിട്ടിട്ട് ചില പർട്ടിക്കുലർ കാറ്റഗറീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. മറ്റേ ഇപ്പം ചില പ്രൊവിൻസിലൊക്കെ മറ്റേ PNB-യിൽ നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആണ് ഓപ്ഷൻസ്. ഡെന്റിസ്റ്റിനൊന്നും അങ്ങനെ ഓപ്ഷൻസ് ആ രീതിക്കൊന്നും വർക്ക്ഔട്ട് ചെയ്ത് കിട്ടത്തില്ല. ഇവിടെ തന്നെ ഡെന്റിസ്റ്റുമാർ ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പൊ 420 സ്കോറിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പം അതത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എന്തെങ്കിലും രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ കൂടുതലായിട്ട് അറിയാതെ നമുക്ക് പ്രൊഫൈലിനെ പറ്റി കമന്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ ജയേഷ്, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഏറ്റവും ഒരു പുതിയ അപ്ഡേറ്റ് ഞാൻ കഴിഞ്ഞ പറഞ്ഞായിരുന്നു. നമ്മുടെ ഈ കുറച്ച് മുമ്പ് ജയേഷ് പറഞ്ഞ കാര്യം തന്നെയാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന ശേഷം PR ഒക്കെ കിട്ടി അവർക്ക് പിള്ളേരെയൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത്. ഡൊമസ്റ്റിക് ഫീസ് പഠിപ്പിക്കാം. പിന്നെ ഒണ്ടേരിയോയിലൊക്കെയാണ് ഇപ്പോൾ OSAP ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഓഗസ്റ്റ് 26 2026 ഓഗസ്റ്റ് മുതൽ ഇനിയിപ്പം എല്ലാ കോളേജുകളിലും ഗ്രാൻഡ് ആയിരിക്കില്ല, ലോൺ ആയിരിക്കും കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫേക്ക് പ്രോമിസുകളും പുറത്തു വരുമല്ലോ നമുക്ക് ആൾക്ക്. അതായത് PR കിട്ടിയവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് വൈസ് പഠിക്കാൻ പറ്റും. ഇപ്പൊ പുതിയതായിട്ട് IT ഒക്കെ കിട്ടിയിട്ടുള്ളവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 6 മാസത്തേന് നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടത്. കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ കൊടുക്കുന്നുണ്ടത്. അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ കാനഡയിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ട് എന്ന് ഞാനും പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. പക്ഷെ ഇനി അതിൽ ചേഞ്ചസ് വരും. അതെല്ലാം ഒരു 5 വർഷം കൂടുമ്പം ഇങ്ങനെ റിവൈസിൽ വരുന്നതാണത്. അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാനുണ്ടോ ജയേഷ്? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്, നമ്മളൊന്ന് ആൻസർ ചെയ്തേക്കാം നമുക്ക്. ചേട്ടാ CA സ്കോപ്പ് എങ്ങനെയാണെന്ന് ജിതിൻ ചോദിച്ചിരിക്കുന്നു. CA ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാലും സ്കോപ്പ് കുറവില്ല. പക്ഷെ ഇവിടെ CA അക്സെപ്റ്റബിൾ അല്ല. ഇവിടെ CPAയും ഒക്കെയാണ് ഇവിടെ CPA ഉള്ള ആൾക്കാരാണ് ഇവിടെ ഈ നാട്ടിലത്തെ CAയുടെ കപ്പാസിറ്റിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ചാൻസ് ഇല്ല എന്നല്ല, പക്ഷെ ഈ പറഞ്ഞ CPA എടുക്കേണ്ടി വരും ഇവിടെ വന്നിട്ട്. അത്രയും നാട്ടിൽ നിന്ന് CA പഠിച്ചു വരുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് CPA എടുക്കാൻ പാടുന്നുണ്ടാകത്തില്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മൈ സൺ ഗോട്ട് വർക്ക് പെർമിറ്റ്, ഇപ്പോൾ ഫെഡെക്സിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. PR-ന് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? 2 years കോഴ്സാണ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടൻസ് ആണ്, സ്റ്റാർട്ടിങ് ഫെഡെക്സ് ആണ്. വാട്ട് അബൌട്ട് PR പൊസിഷൻ?
ആളുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ മാറ്റർ ആണ്, നാട്ടിലെ എക്സ്പീരിയൻസ് മാറ്റർ ആണ്, ഇവിടുത്തെ എക്സ്പീരിയൻസ് മാറ്റർ ആണ്, ലാംഗ്വേജ് സ്കോർ മാറ്റർ ആണ്. ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പോയിന്റ്സ് മേളിലോട്ട് വരുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റും പി ആറിന്, അതായത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ആൾക്ക് എത്ര പോയിന്റ് കിട്ടും എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ 4 ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇവൻച്വലി പി ആർ കിട്ടുക എന്നുള്ളതാണല്ലോ സക്സസിലോട്ട് പോകുന്നത്. അതാണ് വ്യത്യാസം. ഓക്കെ. PSW 1 year experience undo, currently working as CCA. Is there any chance to get PR? CC കണ്ടിന്യൂയിങ് കെയർ അസിസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു CC ഉദ്ദേശിച്ചത്. നോ കോഡ് മറ്റേ ഹെൽത്ത് ഓക്കെ, അതൊന്ന് കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. കുറച്ച് എളുപ്പം. നിബിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. ഞാൻ വേറെ നമ്പർ തരാവേ, അതിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വരുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, കണക്ട് ചെയ്യാം കേട്ടോ. ലൈജു വർഗീസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ചോദിക്കും. ടൈപ്പ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നോ പ്രോബ്ലം. PNP പ്രോഗ്രാമിൽ എന്ത് ജോബ് ചെയ്യണമെന്നുണ്ടോ എന്ന് PNP-യിൽ അത് ഏത് പ്രൊവിൻസിന് ആണെന്നുള്ളത് ഒന്ന്. 2, ഏത് PNP-യിൽ ഏത് കാറ്റഗറി ആണെന്നുള്ളത് വേറൊരു കാര്യമാണ്. ഒണ്ടേരിയോ ആണെങ്കിൽ പല PNP സ്ട്രീംസ് ഉണ്ട്. ഒണ്ടേരിയോയിലുള്ളത് ഒന്നാണ് മറ്റേ കോമൺ ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ സ്ട്രീം ഉണ്ട്, ഫോറിൻ വർക്കർ സ്ട്രീം ഉണ്ട്, ഇൻഡിമാൻഡ് സ്ട്രീം ഉണ്ട്. ഈ ഫോറിൻ വർക്കറിനും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സ്ട്രീമിനും Tier 0, 1, 2, 3 ജോബ്സ് വേണം. മറ്റത് വരുമ്പോൾ ഇൻഡിമാൻഡിൽ വരുമ്പോൾ Tier 4 ഉള്ള ജോബ്സ് ആണ് വരുന്നത്. അങ്ങനെ ഓരോന്നിനും വ്യത്യാസമാണ്. അപ്പോൾ ഓരോ PNP-ക്കും വ്യത്യാസമാണ്. അപ്പം ഒന്നും നമുക്ക് എക്സാക്ട്ലി ഒന്നും ഈ പറഞ്ഞ പോലെ ഏത് ഡീറ്റെയിൽ അറിയാൻ മേലാതെ പറയാൻ ഞാൻ ജനറൽ ആയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ. PGWP കഴിഞ്ഞു, PR ആയില്ല, വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ വെച്ചു, എനി ചാൻസ്? ഡിസിഷൻ വരാൻ എത്ര ടൈം എടുക്കും? IRCC പെട്ടെന്ന് ഡിസിഷൻ തരുന്നതാണ്. വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGWP എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരേ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ വർക്ക് പെർമിറ്റ് പാസ്പോർട്ടിന്റെ എക്സ്പയറി 3 വർഷത്തിൽ കുറവായതുകൊണ്ട് 3 വർഷത്തിൽ കുറച്ച് PGWP കിട്ടുകയാണെങ്കിൽ, വർക്ക് പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ അന്നപ്പോൾ മാത്രമാണ് ലീഗലി നമുക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അല്ല എങ്കിൽ PGWP-യിൽ വന്ന ആൾക്കാർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന അവർക്ക് LMA സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം. നമുക്കിനി അടുത്ത ആഴ്ചത്തേക്കുള്ള ലൈവ് സെഷനിൽ ഉടനെ നമുക്കിനി ഇമിഗ്രേഷൻ ലൈവ് എപ്പോഴും ഇല്ല, നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ സാറിന് വരുന്നത്. ജേഷനൊക്കെ തിരക്കുണ്ട്, കാനഡയിൽ തിരിച്ചെത്തി, അതിന്റെ തിരക്കുകളുണ്ട്. അതെ, മന്ത്ലി ഒരു പ്രാവശ്യം നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്, നമ്മൾ ഇടാറുണ്ട്. അത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട്, നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും, ഒത്തിരി ക്വസ്റ്റ്യൻസ് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ലൈവ് പോകുന്നുണ്ട് എപ്പോഴും. അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇത്രയും പേരൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കും, അങ്ങനെയുണ്ട് മറ്റുള്ള അടുത്തോട്ട് ഒന്ന് റീച്ച് ചെയ്തോളും. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഉള്ള ഓപ്ഷൻ, ഈ യൂട്യൂബ് ക്ലിപ്പ് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏതാണോ അത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അത് ക്ലിപ്പ് ഒരു കത്രിയുടെ പടം താഴെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ആ ക്വസ്റ്റ്യൻ ഏതാണോ എന്നിട്ട് പിള്ളേർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം അവർ ഈ ഷോർട്സേ ഉള്ളൂ കാണുള്ളൂ. അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഞാനിങ്ങനെ ഇവിടെയൊക്കെ കാണും, ഇവിടെ അവരൊക്കെ ഉണ്ടാവും. ഞാനും പല റെസ്റ്റോറൻറ്റിൽ അവിടെയൊക്കെ പോകുമ്പോൾ പേരൻസ് ഒത്തിരി പേരുണ്ട് ഇവിടെ. അവര് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, വർഷങ്ങളായിട്ട് നമ്മളെ ഇങ്ങനെ ലൈവിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അന്നേരം അവരാണ് അപ്ഡേറ്റ്സ് പെട്ടെന്ന് ആദ്യം അറിയുന്നത്. അപ്പൊ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്, അത് യൂസ്ഫുൾ ആയിട്ട്. പേരൻസ് പലപ്പോഴും മിക്കവാറും കോൺടാക്ട് ചെയ്യുന്ന ഒത്തിരി പേരും പേരൻസ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം വെച്ചാൽ കുട്ടികൾ പേരൻസിന്റെ ഒക്കെ പറയുന്ന കാര്യം വേറെ, കുട്ടികൾ തന്നെ ഫുൾ അവയർനെസ് എല്ലാ ചെയ്ത കാര്യത്തെ പറ്റി ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അത് കഴിഞ്ഞ് അവർ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ പേരൻസ് അതിൻ്റെ അകത്ത് ഇന്റർപ്രറ്റ് ചെയ്തെടുത്തിട്ട് അവർ നമ്മളൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരെ. ഇപ്പൊ ഇതൊക്കെ അഡ്രസ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമായിരിക്കത്തില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം കുട്ടികൾ തന്നെയാണ് അതിൻ്റെ അകത്ത്. ഇപ്പം നാട്ടിൽ കൺസേൺ ഉണ്ടായിരിക്കും പേരൻസിന്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു സെനാരിയോ. ഇന്റർഫിയർ ചെയ്യുന്ന അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവരുടെയൊക്കെ ചോദിക്കുക, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രോപ്പറായിട്ടാണോ, അതിലൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതല്ല നിങ്ങൾ നാട്ടിൽ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒത്തിരി
സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. ഇപ്പം എന്ത് പറഞ്ഞാലും രാപ്പകൽ വ്യത്യാസമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. എനിക്ക് സിറ്റുവേഷൻ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സോറി ടു ഇന്ററപ്റ്റ് ജേഷ, ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇന്ന സർവീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ജേഷ് ഒരു റെഗുലേറ്റഡ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ആണ്. അപ്പോഴേക്കും പലരും എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ സർവീസ് ഒക്കെ ഉണ്ടോ, നിങ്ങൾ സൂപ്പർ വിസ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അത് നമ്മളിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതെന്ന് ആൾക്കാർക്ക് ഒരു തോന്നുന്നുണ്ട്. അപ്പൊ ജേഷിന്റെ സർവീസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം എന്തൊക്കെയാണ്. ഞാൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ആണ്. ബേസിക്കലി ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ ഇനി പറഞ്ഞാൽ സ്റ്റഡി ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ വരുന്ന ആളുടെ ആദ്യത്തെ സ്റ്റഡി പെർമിറ്റ് തൊട്ട് നമുക്കൊരു സൈക്കിൾ പറയാൻ പറ്റും. ആദ്യത്തെ ഒരു സ്റ്റഡി പെർമിറ്റ് തൊട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, പിന്നെ ടെമ്പററി റെസിഡന്റ് വിസ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, ഇതൊരു സൈക്കിളാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് ഒരു ആപ്ലിക്കേഷൻ. ഈ PGWP ഫേസിൽ നിൽക്കുമ്പോൾ അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരുടെ വൈഫിനോ ഹസ്ബൻഡിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ PR-ന്റെ ആപ്ലിക്കേഷൻ, അത് രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ചെയ്യും. ഈ സെനാരിയോ മാറിയിട്ട് ആള് PR ആയി കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരുടെ സ്പോസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ. അത് കഴിയുമ്പോൾ വൈഫ് ഇവിടെ PR-ലോട്ട് അല്ലെ ഹസ്ബൻഡ് ഇവിടെ PR-ലോട്ട് ലാൻഡ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും സിറ്റിസൺഷിപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ സൈക്കിൾ. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് പേരൻസിന്റെ വിസിറ്റർ വിസ എന്നുള്ളതാണ് ഒരു ഇടയ്ക്ക് വരുന്ന ഒരു സൂപ്പർ വിസ. ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകാറുള്ളത്. അപ്പൊ ഇത്ര ആപ്ലിക്കേഷൻസ് ആണ് ബേസിക്കലി ഒരാൾ ഇവിടെ ചെയ്യുന്നതായിട്ട് കാണാറുള്ളത്. അപ്പൊ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. PR ആപ്ലിക്കേഷൻ ആണെങ്കിൽ പല പാത്ത് വേസ് ഉണ്ട്. ഈ പറഞ്ഞ PNBs ഉണ്ട്, അല്ലാത്ത പാത്ത് വേസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് സപ്പോർട്ട് ഉണ്ട്, ആപ്ലിക്കേഷൻ സപ്പോർട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ സർവീസും ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡി പെർമിറ്റ് ഇപ്പൊ രണ്ടാമത്തെ കോഴ്സ് എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ, അഡ്മിഷൻസ് അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. ചോദിച്ചവർക്കൊക്കെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. പറ്റുന്നതാണ്, ഉള്ള കാര്യമുള്ള പറഞ്ഞ് ചെയ്യുന്നു. സ്റ്റഡിയുടെ വരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ വരുന്നത് നാട്ടിൽ മറ്റേ മാർക്കറ്റ് ചെയ്യുന്ന പോലെ പുഷ് ചെയ്യാതെ നെഗറ്റീവ് പറയുന്ന വേറെ കൊണ്ടല്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം അഷുറൻസ് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഫണ്ട് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരിക എന്ന് പറയും. ഇപ്പം 8% 10% ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഈ 40 ലക്ഷം രൂപയും കൊണ്ട് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് റീകൂപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻ അത്ര എളുപ്പമായിരിക്കത്തില്ല. അപ്പൊ അവർക്ക് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും കുട്ടികളെ അവിടെ വിടണം, ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ വിടണം, നല്ല കാര്യമാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി അതിനൊരു പോസിബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് വരുവാണ്. അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ആളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ പൊതുവെ നെഗറ്റീവ് പറയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റെഫ്യൂസൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ആപ്ലിക്കേഷൻ ഈ നെഗറ്റീവ് പറയുന്നത് വരുന്നതല്ല. ഈ ഇവിടെ വന്നിട്ടുള്ള ഫണ്ട് നിങ്ങളുടെ ഇടയിൽ തിരിച്ചു വരുമ്പോഴത്തേനും അത് കുറെ ലോസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഏതാണ്ട് ഒരു 6 മാസം തൊട്ടോളം വേസ്റ്റ് ആവും അവിടെ. ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു സെനാരിയോയിൽ എപ്പോഴും നോ പറയാറുള്ളത്. അപ്പൊ അത് വെച്ച് നോ എന്നല്ല നെഗറ്റീവ് പറയാറുള്ളത്. അപ്പം പോസിറ്റീവ് മാത്രം എടുത്ത് ചെയ്യാന്നുള്ളത് വെച്ചിട്ടല്ല പറയുന്നത്, നിങ്ങളെ അവയർനെസ് തരിക എന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇപ്പൊ താല്പര്യം ഇല്ല എങ്കിൽ അവിടെ വെച്ച് അവർക്ക് ഇത് ചെയ്യാം, അവർക്ക് വേറെ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ കാനഡ മാത്രം ഒരു ഈഡൻ ഗാർഡൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. അത് നാട്ടിൽ മറ്റേ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ജോലിക്ക് ആളില്ല, ഇവിടെ എന്താ പറയുക ഹെൽത്ത് കെയറിൽ ജോലിക്ക് ആളില്ല, ചെന്ന് കഴിഞ്ഞ ജോലി ആ ജോലി ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് എന്താ പറയണേ ആപ്പിൾ പിക്കിങ്ങിന് ഇത്ര സാലറി, ആ ഒരു സിറ്റുവേഷനോടൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിക്കല്ലേ ആൾക്കാർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിപ്പം എല്ലാം റെഡിയാവും, ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറിയാൽ മതി, ഇവിടെ കയറുന്നതിന് അത്ര എളുപ്പമല്ല. ആ ഒരു സിറ്റുവേഷനിൽ പറയുന്നതിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ അങ്ങനെ തരാറുണ്ട്. ഇപ്പം പുഷ് ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ഫോർ ദ ഓണസ്റ്റ് അഡ്വൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. താങ്ക് യു. അപ്പൊ അവസാനം ഒരാളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്കിനി അടുത്ത ആഴ്ച ചോദിക്കാം. സുനിത കിച്ചൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ഇനി ചോദിക്കാം, ഞാൻ ഇടയ്ക്ക് ചോദിച്ചേക്കാം. പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം അങ്ങനെ പോകുന്നു, തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ വെതറൊക്കെ ഇത്തിരി മാറി വരുന്നുണ്ട്. ഞാൻ ഈ ആഴ്ചത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ അതിനെപ്പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞായറാഴ്ചത്തെ ന്യൂസ് സെഷൻ ഉണ്ടല്ലോ, അതിൽ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടെ ഒന്ന് സംഗ്രഹിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ കുറേ അപ്ഡേറ്റ്സ് നമുക്കുണ്ട്.
അപ്പോൾ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഒക്കെ. പിന്നെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞൊരു കാര്യം, അതായത് ഒണ്ടാരിയോ സ്റ്റുഡൻറ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമിലോട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഗ്രാൻഡ് ആക്സസിബിലിറ്റി ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് കോളേജുകളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പുതിയ ഫണ്ടിങ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ബെറ്റർ ജോബ്സ് ഒണ്ടാരിയോ, പിന്നെ അച്ചീവ് ഫണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെബിനാറൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പുതിയതായിട്ട് PR ഒക്കെ കിട്ടിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇനിയും പഠനം തുടരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ചയുള്ള ഈ ഞായറാഴ്ച തന്നെ നമുക്ക് നേരിട്ട് കാണാൻ. ഇനി അടുത്ത സെഷനിൽ ഫേസ്ബുക്കിൽ നിന്ന് വാച്ച് ചെയ്യുന്നവർക്കും പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ളവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. യൂട്യൂബിൽ ഒത്തിരി പേര് കാണുന്നുണ്ട്. കമൻറ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നന്ദി. ലൈക്ക് ചെയ്യുന്നതിന് നന്ദി. വീണ്ടും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.